ദൈവമോ, അറിഞ്ഞോ? മീനൂട്ടിക്ക് വീണ്ടും ദണ്ണമിളകിന്ന്. എന്ത് നല്ല കൊച്ചാ മീനാക്ഷി. പോരാത്തതിന് ഡോക്ടറും. പറഞ്ഞിട്ടെന്താ, ആരെങ്കിലുമായി വിവാഹം ഉറപ്പിച്ചാൽ അപ്പോൾ ആ കുട്ടിക്ക് ദണ്ണമിളകും. ഇതിപ്പോ സിംഗപ്പൂറുള്ളൊരു ഡോക്ടർ പയ്യനായിരുന്നു വരൻ. പറഞ്ഞിട്ടെന്താ, ദണ്ണമിളകുന്ന പെണ്ണിനെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കെട്ടിക്കൊണ്ട് പോകുമോ? അല്ല കല്യാണി, എന്താ ആ കുട്ടിക്ക് പറ്റിയേ? ചെറുതിലെ ഒരു കുഴപ്പവുമില്ലാത്ത കുട്ടിയായിരുന്നു. പെട്ടെന്നിങ്ങനെ വരാൻ. അതേ ദൈവമോ, ഞാൻ പറഞ്ഞൂന്ന് ആരോടും പറയരുത്. സംഗതി കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. എന്താ കല്യാണി, കാര്യം പറ. അതേ, ശങ്കരൻ പോറ്റി അറിയാലോ. പ്രശ്നം വെച്ച് പറഞ്ഞാൽ അച്ചിട്ട. മീനാക്ഷിയുടെ കാര്യം അവർ പ്രശ്നം വെച്ച് നോക്കി. അപ്പോഴാ അറിയുന്നേ, ആരെങ്കിലും ആ കുട്ടിയെ വിവാഹം കഴിച്ചാൽ അയാളുടെ ദുർമരണം ഉറപ്പാണെന്ന്. ഇതുവരെ വിവാഹം നടക്കാഞ്ഞത് ഭാഗ്യമാണെന്നാ പോറ്റി പറഞ്ഞത്. എന്താ, അത്രയ്ക്ക് ദോഷമുള്ള ജാതകമാണോ മീനാക്ഷിയുടെ? ഏയ്, അതൊന്നുമല്ല കാരണം. ദേവമ്മ കേട്ടിരിക്കും, വടശ്ശേരിയില്ലത്തെ സാവത്തിക്കുട്ടിയുടെ കഥ. അത് കഥയല്ല കല്യാണി, ആ കുട്ടിക്ക് ദുർമരണം സംഭവിച്ചതാ. പാവം ഒരു കൂട്ടം ആണുങ്ങൾ ചേർന്ന് അവളെ നശിപ്പിച്ചു. എന്നിട്ട് കഴുത്തു ഞെരിച്ചു കൊന്നു. ശവം വഴിയിലുള്ള പാലമരത്തിൽ കൊണ്ട് കെട്ടിത്തൂക്കി. അല്ല, അതും ഇതും തമ്മിൽ. അതേ ദേവമ്മ, ആ സാവിത്രി ഇപ്പോൾ കുടിയിരിക്കുന്നത് ഈ മീനാക്ഷിയുടെ ദേഹത്തും. പിന്നെ പറയണോ കഥ? അപ്പോ കേട്ടതെല്ലാം സത്യമാണോ? കഴിഞ്ഞ ദിവസം ചില ചെക്കന്മാർ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ പാലപ്പൂവിൻ്റെ മണവും ഒരു പെണ്ണിൻ്റെ തേങ്ങിയുള്ള കരച്ചിലും. അവർ ജീവനും കൊണ്ട് ഓടിയത്രേ. അതേ ദേവമ്മ, ഇനി പേടിക്കണം. അവൾക്ക് പകയുണ്ടാകും തന്നെ നശിപ്പിച്ച ആൺവർഗത്തോട്. സൂക്ഷിക്കണം ദേവമ്മ. രാത്രി ആവുന്നതിന് മുമ്പേ ഞാൻ കുടിയിലേക്ക് പോകുക. എനിക്ക് പേടിയാ. ദേവേട്ടാ, ആ പോറ്റി പറഞ്ഞത്. എൻ്റെ സുഭദ്രേ, ഈ 21-ാം നൂറ്റാണ്ടിൽ നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ പോറ്റി ആയോണ്ടാണ്. പോറ്റി ഒരു കാര്യം പറഞ്ഞാൽ അത് അച്ചിട്ടാണ്. അതാ ഒരു ഭയം. ദേവേട്ടാ, എങ്ങനെയാ നമുക്കൊന്നറിയുക? അതിനെന്തേലും ഒരു വഴി. എൻ്റെ സുഭദ്രേ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ അവളുടെ വിവാഹം നടത്തുക? ഇല്ല സുഭദ്രേ, ഞാൻ തീരുമാനിച്ചു. വലിയ തിരുമേനിയെ നാളെ പോയി ഒന്ന് കാണണം. എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. അടുത്ത ദിവസം. ദേവേട്ടാ, തിരുമേനിയെ കാണാൻ പോയി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ ദേവേട്ടാ, എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അത് പിന്നെ പോറ്റി പറഞ്ഞത് തന്നെയാ തിരുമേനിയും പറഞ്ഞേ. ദുരാത്മാവല്ലേ, കുറച്ച് പ്രയാസമാണെന്നാണ് തിരുമേനി പറഞ്ഞേ. പിന്നെ മീനാക്ഷി ദൈവാധീനമുള്ള കുട്ടി, അല്ലെങ്കിൽ മുൻജന്മ സുഹൃതം. അതുകൊണ്ടാത്രേ അനിഷ്ടമൊന്നും ഇതുവരെ സംഭവിക്കാതിരുന്നേ. പിന്നെ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവൾക്ക് കണ്ടകശനിയുടെ അപഹാരം തുടങ്ങിയിരിക്കുന്നു. തീ, വെള്ളം, പിന്നെ വാഹനയാത്ര, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്നാ തിരുമേനി പറഞ്ഞേ. അതെങ്ങനെയാ? അച്ഛൻ തന്നെയല്ലേ മോൾക്ക് ഓടിക്കാൻ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുത്തേക്കുന്നേ. നാളെ മുതൽ അത് പൂട്ടി താക്കോൽ മേടിച്ച് കയ്യിൽ വെച്ചോ. എന്താ സുഭദ്രേ, അവൾ കൊച്ചുകുട്ടിയാണോ? പോരാത്തതിന് ഡോക്ടർ. നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ അവൾ കളിയാക്കി ചിരിക്കും. എന്താ ഇപ്പോൾ ചെയ്യാ? എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ല ദേവേട്ടാ, തിരുമേനി വല്ല പരിഹാരമുണ്ട് സുഭദ്രേ. പക്ഷേ അത്. എന്താ ദേവേട്ടാ വല്യ നമ്പൂതിരി പറഞ്ഞേ? നമ്മുടെ മോൾ. അത് തന്നെയാ സുഭദ്രേ പ്രശ്നം. നമ്മുടെ മോൾ. അവൾ സമ്മതിക്കുമോ? ഹോമവും പൂജയും ഒക്കെ നടത്തേണ്ടി വരും. ചിലപ്പോ നരബലിയും. നരബലിയോ? എന്താ ദേവേട്ടൻ പറയുന്നേ? അതേ സുഭദ്രേ, ഉഗ്രരൂപിണിയായിരിക്കുന്നു സാവിത്രി. ആണുങ്ങളോടാണല്ലോ അവളുടെ പക. അതുകൊണ്ട് അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും സൂക്ഷിക്കണമെന്നാ തിരുമേനി പറഞ്ഞേ. ദാ ഇത് കണ്ടോ, തിരുമേനി തന്നതാ രക്ഷ കിട്ടിയ നൂല്. ദേവേട്ടാ, എനിക്ക് കേട്ടിട്ട് പേടിയാകുന്നു. ഇനി എന്താ ചെയ്യാ? നമ്മൾ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാലോ? പാടില്ല. തിരുമേനി പറഞ്ഞത് അവളെ ഒന്നും അറിയിക്കരുതെന്നാ. പിന്നെ ബലിയാടാവാൻ തയ്യാറായ ഒരു ആണിനെ റെഡിയാക്കി നിർത്താനും പറഞ്ഞു. തിരുമേനി വൈകിപ്പിക്കരുതെന്നും പറഞ്ഞു. അതിനിപ്പോ സാവിത്രിയുടെ കഥ അറിഞ്ഞ ആരെങ്കിലും ഇതിന് തയ്യാറാകുമോ ദേവേട്ടാ? ദേ വരുന്നുണ്ട് മീനു. ആ, മോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോന്നോ? അച്ഛാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛനിന്ന് തിരുമേനിയെ കാണാൻ പോയിരുന്നോ? അച്ഛനോടാണ് ചോദിച്ചത്. പോയി. അത്
അമ്മയുടെ ജാതകമൊന്ന് നോക്കാൻ. എന്തേ? എൻ്റെ അച്ഛാ, അസുഖം എന്തെങ്കിലും ഉണ്ടേൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങണം. അല്ലാതെ മന്ത്രവും തന്ത്രവുമായി നടന്നിട്ട് ഒരു കാര്യവുമില്ല. അല്ല, എന്നിട്ട് തിരുമേനി എന്ത് പറഞ്ഞു? 1000 പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടേ മരിക്കൂ എന്ന് പറഞ്ഞോ? ഡീ, നല്ല അടി മേടിക്കും. നീ അച്ഛനോട് തറുതല പറയുന്നു. നിഷേധി. ഒന്ന് പോവമ്മേ. പിന്നെ ഈയിടെയായി രണ്ടാൾക്കും ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ട്. പിന്നെ അച്ഛാ, എൻ്റെ അപസ്മാരം, അതിന് വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അത് നമ്മളെയും കൊണ്ടേ പോകൂ. ഒറ്റയടി വെച്ച് തരും ഞാൻ. അതെ, നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനാണ്. പൊക്കോ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, പോയി കുളിക്ക്. ഓ, നമ്മ പോണേ, ചർച്ച നടക്കട്ടെ. കണ്ടോ ദേവേട്ടാ, നിങ്ങളാണ് ഇവിടെ ഇങ്ങനെ. സുഭദ്രേ, എന്തിനാ വെറുതെ? നീ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിക്കട്ടെ. ഡോ വാര്യരേ, അയാൾ വന്നോ? ആരാ തിരുമേനി? ഓർമ്മ ലേശം പ്രശ്നാണേ. ഡോ, താൻ ഇന്നലെ ഒരുത്തിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞില്ലേ, ആ സാവിത്രിയെ ഒഴിപ്പിക്കാൻ? ഹോ, ഞാനത് മറന്നു. ചാവാനും തയ്യാറായ ഒരാളെ വേണമെന്നല്ലേ തിരുമേനി പറഞ്ഞേ? അതേടോ. അല്ല വാര്യരേ, എന്നിട്ട് കിട്ടിയോ തനിക്ക്? കിട്ടി, പറ്റിയ ഒരാളെ തന്നെ കിട്ടി. ഇപ്പോ സമയം 9. ഒരു 10 മണിക്ക് ആൾ വരും. വന്നിരിക്കും തിരുമേനി. ആ, വന്നാൽ തനിക്ക് കൊള്ളാം. പിന്നെ ഹോമത്തിനുള്ള അത്തി, ഇത്തി, അരയാൽ, പേരാൽ, മുട്ടുകൾ 1001 വീതം റെഡിയാക്കി വെച്ചോ താൻ. ഞാനെന്താ യന്ത്രാണോ? മനുഷ്യനാ, മനുഷ്യൻ. ഇയാൾക്ക് ആ ചാരുകസേരയിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. വാര്യരേ, എല്ലാം റെഡി തിരുമേനി. പിന്നെ ഇഷ്ടിക പുതിയത് തന്നെ വേണോ, അതോ? തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ഇവിടുന്നും അടിച്ചുമാറ്റി കൊണ്ടുവെക്കുന്ന ഒന്നും എൻ്റെ കൂടെ വരുമ്പോൾ കൂടെ കൊണ്ടുവരരുതെന്ന്. അല്ല, ഇനി അതും മറന്നതാണോ? ഇയാളെ യക്ഷി കൊല്ലേണ്ടി വരില്ല, ഞാൻ തന്നെ. അല്ലേ വാര്യർ, വല്ലതും പറഞ്ഞോ? ഏയ് ഇല്ല, ഇഷ്ടിക 41 പോരെ എന്ന് ചോദിക്കാൻ വന്നതാ. ആ, എല്ലാം വണ്ടിയിലോട്ട് കയറ്റിക്കോ. പിന്നെ തൻ്റെ ആ പഴയ കലാപരിപാടി ഇല്ലേ, സേവ, അത് ഈ പൂജ കഴിയും വരെ വേണ്ട. ഏകാഗ്രത, അതാ വേണ്ടത്. ഇതൊക്കെ എൻ്റെ സ്വന്തം കാര്യമല്ലേ, ഇയാളെന്തിനാ ഇതിൽ? വാര്യരേ, ഇല്ല, നിർത്തി. ഒരു തുള്ളി തൊടില്ല ഈ വാര്യർ. എന്നാ പോവല്ലേ? ഡോ, എവിടെ താൻ പറഞ്ഞ ആൾ? ഇനി വരില്ലേ? ഒന്ന് നോക്കടോ വാര്യരേ. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? രൂപ 2000 കൊടുത്തത്. ഈശ്വരാ, ഇനി അവൻ ചതിക്കോ? എന്നാ തിരുമേനി എന്നെ തീർക്കും. ദാ വരുന്നു. എന്റെ ദാസപ്പാ, എവിടെയായിരുന്നു താൻ? മുള്ളിന്റെ മേലെയാ നിൽക്കുന്നേ. എവിടെ വാര്യ ചേട്ടാ? ചേട്ടൻ നിലത്തല്ലേ നിൽക്കുന്നത്? ദാസപ്പാ, അധികം തമാശിക്കല്ലേ. പിന്നെ തിരുമേനി നിന്നെ കാത്തിരിക്കുന്നു. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അതെ, ജീവൻ വെച്ചുള്ള കളിയാണ്, അറിയാലോ. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു 10,000 രൂപ കൂടുതൽ തരണം. എന്താ, നടക്കുമോ? ദാസപ്പാ, പുര കത്തുമ്പോൾ തന്നെ നിനക്ക് വാഴ വെട്ടണം അല്ലേ? കാര്യം കഴിയട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, തരാം. വേഗം വാ, തിരുമേനി കാത്തിരിക്കുന്നു. ഓ, വന്നോ? എന്താ തൻ്റെ പേര്? ദാസൻ. എല്ലാരും ദാസപ്പൻ എന്ന് വിളിക്കും. വാര്യരെല്ലാം പറഞ്ഞില്ലേ? വീട്ടിലൊക്കെ പറഞ്ഞ് സമ്മതം മേടിച്ചിട്ടാണോ ഈ വരവ്? തിരുമേനി, ഈ ഊരുതണ്ടിക്ക് എവിടെയാ വീട്? മുകളിൽ ആകാശം, താഴെ ഭൂമി. ജോലി ചെയ്താൽ പണം കിട്ടണം. തിരുമേനി ഒന്നും പറഞ്ഞില്ല. ആ, പണം തരും, പറഞ്ഞ ജോലി ഭംഗിയായി ചെയ്താൽ. എന്താ, തയ്യാറാണോ? യക്ഷിയോടാണ് തൻ്റെ കളി. അത് ഞാൻ നോക്കിക്കോളാം, പണം കിട്ടണം എനിക്ക്. ശരി, എന്നാൽ വണ്ടിയിലോട്ട് കയറിക്കോളൂ. പിന്നെ പോകുന്ന വഴിയിൽ പല അനർത്ഥങ്ങളും ഉണ്ടാവാം, ഭയപ്പെടരുത്. തിരുമേനി, ഒരു ശങ്ക. എന്താ വാര്യരേ? എനിക്കല്ല, ഈ ദാസപ്പന് ഒരു മൂത്രശങ്ക. ഇല്ല, ത്രിസന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. അവിടെ ചെന്നിട്ടാവാം. അതുവരെ അങ്ങോട്ട് സഹിക്കുക. ഡോ വാര്യരേ, ഞാൻ വണ്ടിയിൽ പെടുക്കും. സഹിക്കാൻ മേല, ഒന്ന് നിർത്താൻ പറയടോ. അതെ, ഒന്ന് മുറുക്കി പിടിച്ചാൽ മതി. ഇപ്പോ എത്തും നമ്മൾ. ഒന്ന് സഹിക്കൂ ചങ്ങാതി. ഇതാ വീടെന്ന് തോന്നുന്നു. വാര്യരേ, ചെന്ന് ചോദിക്കുക. ചെല്ല്. തിരുമേനി, ഞാൻ പോണോ? ഞാൻ തന്നെ പോണോല്ലേ? ആരുമില്ലേ ഇവിടെ? സുഭദ്രേ, ആരാ മുറ്റത്ത്? ചെന്ന് നോക്കൂ. ആരാ, മനസ്സിലായില്ല. ഞാൻ വാര്യർ, വലിയ തിരുമേനി പറഞ്ഞിട്ട്.
ഏട്ടാ, വേഗം വാ. തിരുമേനി വന്നുന്നാ തോന്നുന്നേ. സുഭദ്രേ, നീ ആ ഷർട്ട് പിന്നെ ആ ടോർച്ച് ലൈറ്റ് ഇങ്ങോട്ടെടുത്തോ. എന്നിട്ട് വാതിലടച്ചോ. ഞാൻ അവരെ കൊണ്ട് ആക്കിയിട്ട് വരാം. നമസ്കാരം തിരുമേനി. വീടെല്ലാം അടിച്ചു തെളിച്ച് ശുദ്ധി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? പൂജ നടത്താനുള്ളതാണ്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് തിരുമേനി. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. പിന്നെ അറിയാലോ, മത്സ്യമാംസാദികളൊന്നും പാടില്ല പൂജ കഴിയും വരെ. ഓർമ്മയുണ്ട് തിരുമേനി. ദാ അതാണ് തിരുമേനിക്ക് തങ്ങാനും പൂജ നടത്താനുമുള്ള സ്ഥലം. ദാ താക്കോൽ. വാര്യരെ, അത് വാങ്ങിക്കൊള്ളുക. പിന്നെ അറിയാം, ഒന്നും പറയണ്ട. അവളെ അടക്കിയിട്ടേ ഇനി ഞാൻ തിരിച്ചു പോകൂ. ഇല്ലെങ്കിൽ അവളുടെ കൈകൊണ്ടാവട്ടെ ശേഷക്രിയ. എന്തായാലും എന്താ പേര് പറഞ്ഞത്? ദേവനാഥൻ. ആ, ദേവനാഥൻ നടന്നോളൂ. അകത്തേക്ക് കയറേണ്ട. പിന്നെ കയ്യിൽ രക്ഷ ഉണ്ടല്ലോ അല്ലേ? പിറകിൽ നിന്നും എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട. എന്നാ പോയിക്കോളൂ. ഡോ വാര്യരെ, പെട്ടെന്ന് തുറക്ക്. ഇപ്പൊ പൊട്ടും. ഇതല്ലേ താക്കോൽ? തുറക്കുന്നില്ല. ഇങ്ങോട്ട് താടോ. ആ, തുറന്നല്ലോ. ഇയാളെന്താ വാണം വിട്ട പോലെ ഓടുന്നേ? വാര്യരെ, സാധനങ്ങളെല്ലാം എടുത്ത് ഭദ്രമായി ഒരു മുറിയിൽ പാവിരിച്ച് അതിൽ കൊണ്ടുപോയി വെക്ക്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കോ? വാര്യർ വല്ലതും? ഏയ്, ഇപ്പൊ കൊണ്ട് വെക്കാൻ തിരുമേനി. ഇതിലും ഭേദം ആ പോറ്റിയുടെ ഹോട്ടലിൽ ജോലിക്ക് നിന്നാ മതിയായിരുന്നു. വലിയൊരു പൂജാരിയാവണമെന്ന മോഹം. വല്ല യക്ഷിയുടെയും കൈകൊണ്ട് ചാവാനാണ് യോഗം എന്ന് തോന്നുന്നു. ദാസപ്പാ, ഡാ ദാസപ്പാ. അമ്മോ, ഹോ, ഇത് നീയായിരുന്നു. മനുഷ്യൻ നടക്കുന്ന വഴിയിലാണോ കിടക്കുന്നത്? നിനക്ക് ആ മുറിയിലെങ്ങാനും പോയി കിടന്നൂടെ ദാസപ്പാ? അത് തറയിൽ കിടന്ന് ശീലമായിപ്പോയി. കട്ടിൽ കിടന്നാൽ ഉറക്കം വരില്ല. അല്ല, നല്ല വിശപ്പ്. ഇവിടെ തിന്നാനും കുടിക്കാനൊന്നും കിട്ടില്ലേ? അടുത്ത് വല്ല കള്ളുഷാപ്പുണ്ടോ ചേട്ടാ? ഉറങ്ങുന്നതിന് മുമ്പേ രണ്ടെണ്ണം അടിച്ചില്ലേ ഉറക്കം വരില്ല, അതാ. എന്റെ ദാസപ്പാ, എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടല്ലേ. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഞാനും വരാം വാര്യറേട്ടാ. എന്താ വാര്യരെ, പച്ചക്കറി കടയോ? വെണ്ടക്ക, തക്കാളി, മുരിങ്ങ, ചേന. മറ്റേതൊന്നുമില്ലേ? ചിക്കൻ കാലുണ്ടെങ്കിൽ ഇങ്ങെടുക്ക്, ഞാൻ പൊരിച്ചു തരാം. എന്റെ ദാസപ്പാ, തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. ഈ സാമ്പാറും ചോറും. പ്ലീസ് ദാസപ്പാ. തന്റെ പട്ടിക്ക് കൊടുക്ക്, എനിക്കൊന്നും വേണ്ട. ഞാൻ പോണു. വേണ്ടെങ്കിൽ വേണ്ട. വയറ് കത്തുന്നു. ഞാൻ കഴിച്ച് കിടക്കാൻ പോണു. ഈശ്വരാ, വയറ് സമ്മതിക്കുന്നില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. വാര്യരെ. ആ, താൻ വീണ്ടും വന്നോ? എന്തേ? വാര്യരെ, ആ സാമ്പാറും ചോറും എടുത്തോ. അയ്യോ ദാസപ്പാ, അത് ഞാൻ വടക്കേപ്പുറത്ത് തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ട് കളഞ്ഞു. ദാ ഇപ്പോ. അയ്യോ, എനിക്ക് വിശക്കുന്നു. ഇനിയിപ്പോ ആ കൂജയിൽ ഇത്തിരി വെള്ളമുണ്ട്. അതും കുടിച്ച് കമിഴ്ന്നടിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ചെല്ല് ദാസപ്പാ. എന്താ, പോണില്ലേ? അങ്ങോട്ട് മാറ്, എനിക്ക് ഉറക്കം വരുന്നു. വാര്യരെ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈശ്വരാ, വയറ് കത്തുന്നു. ഡാ ദാസപ്പാ, ഡേയ് എണീക്ക്. മണി 5. പോയി കുളിച്ച് ശുദ്ധിയായി വന്നില്ലെങ്കിൽ രാവിലെ തന്നെ തിരുമേനിയെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. ഷോ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല, പണ്ടാറം. വാര്യരെ, ഡോ വാര്യരെ. എന്താ തിരുമേനി, ഞാനിവിടെ ഉണ്ട്. ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയോ? കൊളുത്തി തിരുമേനി. പിന്നെ പൂജയ്ക്കുള്ള പൂക്കളെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. അല്ല, അയാളോട് പെട്ടെന്ന് ഒരുങ്ങി വരാൻ പറ. പൂജ തുടങ്ങണം രാഹുകാലം തീരും മുമ്പ്. ഞാൻ ഇപ്പോൾ വിളിക്കാൻ തിരുമേനി. ഡാ ദാസപ്പാ, നീ ഇതുവരെ റെഡിയായില്ലേ? വേഗം വാ, തിരുമേനി വിളിക്കുന്നു. വാര്യരെ, എനിക്ക് വിശക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കഴിയുമല്ലോ അല്ലേ? എല്ലാം ശരിയാക്കാന്നേ. ദാ ഈ പുഷ്പം കൊണ്ട് ദേവിയെ അർച്ചന ചെയ്തോളൂ. നല്ലോണം പ്രാർത്ഥിക്കുക, വിഘ്നമൊന്നും വരുത്തരുതേ എന്ന്. വാര്യരെ, ഇയാൾക്ക് രക്ഷ കെട്ടിക്കൊടുക്ക്. ഉവ്. ദാസപ്പ വന്നോളൂ, ഞാൻ രക്ഷ കെട്ടിത്തരാം. അയ്യേ, തുണി പൊക്കുന്നു. ഓ, അരയെ കെട്ടാനായിരുന്നു. ഡോ വാര്യരെ, കഴിക്കാൻ എന്താ ഉള്ളത്? 2 പൊറോട്ടയും കുറച്ച് ബീഫും കിട്ടുമോടോ? ഉവ്വ, കിട്ടും കിട്ടും. വേഗം വാ. ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചട്നിയും. വേണമെങ്കിൽ വന്നോളൂ. അത് തൻ്റെ. അല്ലെങ്കിൽ വേണ്ട, കഴിക്കാം. ഇല്ലെങ്കിൽ ഇന്നും പട്ടിണിയാവും. ഡോ, തീറ്റ മത്സരമല്ല, എല്ലാവർക്കും കഴിക്കണം. ഓ, നിർത്തി. ഡോ വാര്യരെ, അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. നേർച്ചക്കോഴിയാ, മറക്കണ്ട. ഉവ്വ് തിരുമേനി, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളെ ഇവിടെ കൊണ്ടുവരണം. അതാണ് അവന്റെ ജോലി. അതിന് എന്ത് മാർഗവും സ്വീകരിക്കാം. പിന്നെ ചാവാൻ പോകുന്നവൻ എന്ത് മാർഗം സ്വീകരിക്കാൻ? പാവം ദാസപ്പൻ.
എവിടെയെങ്കിലും ചത്തുമലച്ച് കിടക്കുന്നത് കാണേണ്ടി വരുമല്ലോ എൻ്റെ ദേവി. വാര്യരെ, നാളെ അമാവാസി. ഇന്ന് രാത്രി അയാളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടണം. അയാൾ വിരുദ്ധനാണെങ്കിൽ യക്ഷിയെ അയാൾ തളയ്ക്കും. ഇല്ലെങ്കിൽ അപ്പോ ഇന്നത്തെ ദാസപ്പന്റെ അത്താഴം അവസാനത്തെ എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ? ഇല്ലെങ്കിൽ ഇയാൾ എന്നെ പറഞ്ഞു വിടും. അത് വേണ്ട. ദാസപ്പോ, ദാസപ്പന് ഈ യക്ഷയെ പേടിയുണ്ടോ? ഈ പല്ലൊക്കെ പുറത്ത് കാട്ടി കണ്ണു തുറപ്പിച്ച്. വാര്യരെ, അത് സിനിമയിലല്ലേ? അത് പോട്ടെ. ദാസപ്പന് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? എനിക്കോ? ഒറ്റയ്ക്കോ? പേടിയെന്നൊരു സംഭവം എനിക്കറിയില്ല. എന്നാലേ ഇന്ന് രാത്രി ഒരു സ്ഥലം വരെ ഒന്ന് പോണം. എന്താ, പറ്റുമോ? രാത്രി ഒറ്റയ്ക്ക്, അതും ഞാൻ? അത് നമ്മുടെ കരാറിൽ പറഞ്ഞിട്ടില്ല. പിന്നെ പോകാം. അതിന് പണം വേറെ തരണം. തൽക്കാലം ഒരു 2000 രൂപ. എന്താ, എടുക്കാനുണ്ടോ? ഓ, തരാം. പോയി തിരിച്ചു വന്നാൽ അപ്പോൾ തന്നെ തരും. ഉറപ്പാണല്ലോ? ഇല്ലെങ്കിൽ ഞാനങ്ങ് പോകും. പിന്നെ തിരുമേനിയും താനും കൂടി ഉണ്ടാക്കേണ്ടി വരും. സത്യമായിട്ട് ഞാൻ പോകും. ദാസപ്പാ, സത്യം, കാശ് തരൂ. ശരി. എത്ര മണിക്ക്? എങ്ങോട്ട്? അതൊക്കെ തിരുമേനി പറയും. വാ, ചോദിക്കാം. തിരുമേനി. ആ, ദാസപ്പാ, ഇന്ന് രാത്രി തന്നെക്കൊണ്ട് ഒരാവശ്യമുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞ് ഇവിടെ നിന്നും ദോ ആ വളവ് കഴിയുമ്പോൾ ഒരു പാലമരം നിൽക്കുന്നുണ്ട്. അവിടെ വരെ പോയി ആ പാലയിൽ നിന്നും താഴെ വീണുകിടക്കുന്ന പൂക്കൾ പെറുക്കിക്കൊണ്ട് വരണം. ഇത്രയുള്ളൂ? എന്തിനാ രാത്രിയാക്കുന്നേ? ഇപ്പൊ തന്നെ പോയേക്കാം. ദാസപ്പാ, അത് വേണ്ട. രാത്രിയുടെ 2-ാം യാമത്തിൽ പൊഴിയുന്ന പൂക്കളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ ദാസപ്പൻ പോയി റെസ്റ്റ് എടുത്തോളൂ. ശരി. അപ്പോ രാത്രി 10 മണി. ദാസപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ദേവേട്ടാ, അത്താഴം വിളമ്പി. മോള് നേരത്തെ കഴിച്ചു കിടന്നു. എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല സുഭദ്രേ. ഇന്ന് 1-ാം ദിവസ പൂജ ആരംഭിക്കുകയാണ്. രാത്രിയിൽ എനിക്ക് ഭയമുണ്ട് മോളുടെ കാര്യത്തിൽ. എനിക്കും ഭയമുണ്ട് ദേവേട്ടാ. നമ്മൾ എന്താ ചെയ്യാ? ദേവേട്ടൻ വാ, അത്താഴം തണുക്കും, കഴിച്ചു കിടക്കാം. തിരുമേനി പറഞ്ഞതുപോലെ രാത്രിയുടെ 2-ാം യാമത്തിൽ ദാസപ്പൻ പാലമരച്ചോട്ടിലേക്ക് പുറപ്പെട്ടു. ആ വളവ് തിരിഞ്ഞാൽ പാലമരം. ഹായ്, നല്ല പാലപ്പൂവിന്റെ മനം മയക്കുന്ന മണം. അല്ല, പിറകിൽ നിന്നും ചങ്ങല കിലുങ്ങുന്ന പോലെ ഒരു കിലുക്കം. തിരിഞ്ഞു നോക്കണോ? ഹേ മനുഷ്യ, നിന്റെ ജാതകം ഇന്നത്തോടെ കഴിഞ്ഞു. വട്ടാണല്ലേ ഈ നട്ടപ്പാതിരക്ക് ഈ വഴിയിൽ? വീട്ടിൽ പോ പെണ്ണേ. പേടിയില്ലേ പെണ്ണിന്? പേടിയോ? എനിക്കോ? ആദ്യമായാണ് ഒരു മനുഷ്യൻ എന്നോട് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഓ, ഇപ്പൊ മനസ്സിലായി. അതെ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. പിന്നെ ഇക്കാര്യത്തിന് കടം പറയാന്ന് വെച്ചാൽ, ഛേ, ഇപ്പോ വേണ്ട. ഒരു മൂടില്ല. ഹേ മനുഷ്യ, ഞാൻ സാവിത്രി. നിന്നെ ചാവാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ തിരുമേനി? അങ്ങേർക്ക് എന്നെ അറിയാം, നല്ലോണം അറിയാം. മനുഷ്യരക്തം, അതാണെൻ്റെ ആഹാരം. ഇന്ന് നീയാണെൻ്റെ ഇര. അപ്പോ യക്ഷിയ? ഇതുവരെ ഒരു യക്ഷിയെ നേരെ ചൊവ്വയൊന്നും കണ്ടിട്ടില്ല. കൊള്ളാം, സുന്ദരിയായ യക്ഷി. ഡാ, നിന്റെ അഹങ്കാരം ഇപ്പോൾ തീർത്തു തരാം. അയ്യോ, ഇവൻ രക്ഷ കെട്ടിയിട്ടുണ്ട്. അടവ് മാറ്റണം. അയ്യോ, പേടിച്ചോ? ഞാൻ സാവിത്രി, ഒരു നാടകനടിയാണ്. നാടകം കഴിഞ്ഞു വരുന്ന വഴിയാണ് ഇയാളെ കണ്ടത്. അല്ല, എവിടെ പോകുന്നു? ഞാനോ? പാലപ്പൂ പെറുക്കാൻ. തിരുമേനിക്ക് ഹോമത്തിന് വേണ്ടി. എന്തിനാ ഹോമം? അതോ, ഒരു യക്ഷിയെ പിടിച്ച് കെട്ടാനെന്നാ പറഞ്ഞേ. അപ്പോ താൻ തിരുമേനിയുടെ സഹായിയാണ് അല്ലേ? ഏയ്, ഞാൻ കരാറുകാരൻ. പറയുന്ന ജോലി ചെയ്യണം. കൂട്ടത്തിൽ ചാവാൻ വരെ തയ്യാറാവണം എന്നാ തിരുമേനി പറഞ്ഞേ. അതിനെന്താ, പറഞ്ഞ കാശ് തിരുമേനി തരും. പിന്നെ ചത്താലെന്താ? എന്താ നിന്റെ പേര്? ദാസപ്പൻ. വീട്? അങ്ങനെയൊന്ന് എനിക്കില്ല. ഏതെങ്കിലും ബസ് സ്റ്റാൻഡ്, അമ്പലത്തിലെ ആൽത്തറ, അവിടെ അന്തി ഉറങ്ങും. ആരെങ്കിലും വിളിച്ചാൽ അവരുടെ കൂടെ ജോലിക്ക് പോകും. തരുന്നത് വാങ്ങും. അപ്പോ ദാസപ്പന് ചാവാൻ പേടിയില്ല? ഏയ്, എന്തിനാ പേടിക്കുന്നേ? എന്നായാലും ഒരു ദിവസം നമ്മൾ മരിക്കില്ലേ? പിന്നെ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കിടന്ന് നരകിച്ച് മരിക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ട് മരിച്ചു വീണാൽ അത്രയും ഭാഗ്യം. ശരിയല്ലേ സാവിത്രി? അല്ല,
എവിടെ സാവിത്രി? ഇത്ര പെട്ടെന്ന് മാഞ്ഞു പോയോ? അല്ല, എൻ്റെ കഥ കേട്ട് ഒന്നും കിട്ടാൻ വഴിയില്ലെന്നറിഞ്ഞ് സ്ഥലം വിട്ടതാകും. ഏതായാലും പാലപ്പൂ പെറുക്കി എത്രയും വേഗം തിരിച്ചു പോകാം. ഒത്തിരി പൂവുണ്ടല്ലോ, സഞ്ചി നിറഞ്ഞു. തിരിച്ചു പോകാം. വാര്യരെ, സമയം 4-ാം യാമത്തിലേക്ക് കടന്നു. അയാളിനി അവളുടെ പിടിയിൽ നിന്ന് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? തിരുമേനി, അവൾ രക്തം ഊറ്റി കുടിച്ചിട്ടുണ്ടാവുമോ? ഈശ്വരാ, പാവം ദാസപ്പൻ. ഒന്നും വേണ്ടായിരുന്നു. ആ, നാളെ രാവിലെ അറിയാം സാവിത്രിയുടെ അരുങ്കൊലയുടെ അടുത്ത വാർത്ത. വാര്യരെ, അല്ല, ദാസപ്പന്റെ ശബ്ദമല്ലേ? അപ്പോ ചത്തില്ലേ പഹയൻ? ഡാ ദാസപ്പാ, നീ വന്നൂലേ? മിടുക്കൻ. വാര്യരെ, ദാ പറഞ്ഞ അത്രയും പാലപ്പൂ. കൊള്ളാലോ ദാസപ്പാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പൈസ എടുക്ക്, 2000. ഓ, പൈസ അത് തരാം. അല്ല, നീ പോയ കാര്യങ്ങൾ പറ. രാത്രി നിനക്ക് പേടിയായില്ലേ? അതും ഒറ്റയ്ക്ക്. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു, സാവിത്രി. ഒന്നൂടെ പറഞ്ഞേ, എന്താ പേര് പറഞ്ഞത്? സാവിത്രി. ആ യക്ഷിയുടെ പേരും സാവിത്രി എന്നല്ലേ? ദാസപ്പാ, അടുത്തേക്ക് വരല്ലേ. സത്യം പറ, നീ ശരിക്കും കണ്ടോ അവളെ, യക്ഷിയെ? യക്ഷിയോ? ചേട്ടാ, അത് നാടകനടി സാവിത്രി. രാത്രി നാടകം കഴിഞ്ഞ് വരുന്ന വഴി. ഈശ്വരാ. തിരുമേനി, തിരുമേനി. എന്താ, എന്താ വാര്യരെ? ഓ, ദാസപ്പൻ തിരിച്ചു വന്നോ? കൊള്ളാലോ. തിരുമേനി, ദാസപ്പൻ അവളെ കണ്ടു, സാവിത്രിയെ. വാര്യരെ, പേടിക്കണ്ട, രക്ഷ കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും അരയിലില്ലേ? ഉവ്വ് തിരുമേനി. എന്നാ പേടിക്കണ്ട. അല്ല, അവൾ എന്താ പറഞ്ഞേ? നാടകം കഴിഞ്ഞു വരുന്ന വഴിയാന്ന്. ദാസപ്പാ, തന്റെ ജാതകം മുടിഞ്ഞിട്ടില്ല. എന്നാൽ ഇനി സൂക്ഷിക്കണം. ഏതു നിമിഷവും തന്നെ തേടി അവൾ വരും, സാവിത്രി. ഈ തിരുമേനിക്ക് വട്ടുണ്ടോ? അവൾ വരട്ടെ, സുന്ദരിയാ. എനിക്കിഷ്ടായി. ഒന്നുകൂടി ഒന്ന് കാണാൻ മോഹം തോന്നുന്നു. ഏതായാലും നാളെ ആവട്ടെ. വാര്യരെ, ഇന്നത്തെ ഹോമം ഇത്രയും മതി. ഇനി നാളെ ആവാം. എല്ലാം ഒതുക്കി വെച്ച് കിടാവിളക്കിൽ നിറയെ എണ്ണ ഒഴിച്ച് തിരി താഴ്ത്തി വെച്ച് പോയി കിടന്നോളൂ. പിന്നെ പുറത്ത് അപശബ്ദം കേട്ടാൽ കതക് തുറക്കാൻ നിൽക്കരുത്. നാമം ജപിച്ച് കിടന്നോളൂ. ശരി തിരുമേനി. ഈശ്വരാ, ഇന്നൊന്നും വരുത്താതെ ദാസപ്പനെ നീ കാത്തു. ഒരുപാട് നന്ദി ഭഗവാനെ. നാളത്തെ സൂര്യോദയവും നല്ല വാർത്തകൾ കേട്ടിട്ടാവട്ടെ. കിടക്കാൻ ദാസപ്പാ, ലൈറ്റ് ഓഫാക്കിക്കോ. ദാസപ്പാ. ഓ, തിരുമേനി. ചിന്തയിലാണല്ലോ. കാര്യം ഞാൻ പറയട്ടെ. ഒരിക്കൽ കൂടി സാവിത്രി ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ തുടിക്കുന്നു, അല്ലേ? എനിക്കറിയാം, അതാണ് സാവിത്രി. ഒന്ന് നോക്കിപ്പോയാൽ ആരായാലും ആ ആകർഷണ വലയത്തിൽ വീണുപോകും. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. തിരുമേനി പറഞ്ഞത് ശരിയാണ്. അവളെ, സാവിത്രിയെ ഒന്നുകൂടി ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ തുടിക്കുന്നു. എന്താ ഒരു വഴി? ഇന്ന് പൂ പറക്കാൻ പോവണ്ടേയാവോ? ആ വാര്യർ ഇതെവിടെ പോയി കിടക്കുന്നു? ഡാ ദാസപ്പാ, നീ ഇവിടെ ഇരുന്ന് കിനാവ് കണ്ടോ? ഇഷ്ടിക പൊക്കി എന്റെ നടു ഒടിഞ്ഞു. ഇന്ന് ഹോമം തുടങ്ങാണ്. ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? വാര്യറേട്ടാ, ഇന്ന് പൂ പെറുക്കാൻ പോണ്ടേ? പാലപ്പൂ. ഞാൻ പോയിട്ട് വരാന്നേ. അയ്യടാ, വേണ്ട വേണ്ട. 2000 തരാൻ എൻ്റെ കയ്യിൽ തിരുമേനി പൈസയൊന്നും തന്നിട്ടില്ല. അതേ, പൈസ വേണ്ട. എൻ്റെ ഒരു സഹായം അങ്ങനെ കൂട്ടിയാൽ മതി. എന്നാ ഞാൻ പോയിട്ട് വരാം. നിക്ക് നിക്ക്. അല്ല, നിനക്കിന്നെന്താ ഇത്ര ഉത്സാഹം? എന്തോ ഉടായിപ്പുണ്ടല്ലോ. ഡാ ദാസപ്പാ, നീ മുങ്ങാനുള്ള പരിപാടിയല്ലേ? ഛേ, എന്താ ചേട്ടാ, ഞാൻ അത്തരക്കാരനല്ല. ചേട്ടന് ഒരു സഹായം. വാ, ഇഷ്ടിക ഞാൻ കൊണ്ടുതരാം. വേണ്ട വേണ്ട, അത് ഞാൻ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ തിരുമിനിയെ കണ്ടിട്ട് വരാം. താനിവിടെ നിൽക്ക്. ആ വാര്യരെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഞാൻ. താൻ കൊണ്ടുവന്ന ലവനില്ലേ, ദാസപ്പൻ. ഇന്ന് അവനെ കൊണ്ട് ചെറിയൊരു പണിയുണ്ട്. അവനെ ഇങ്ങോട്ട് വിളിക്ക്. ദാസപ്പാ, തിരുമിനി വിളിക്കുന്നു. ആ ദാസപ്പാ, ദാ ഈ ആപ്പിൾ കയ്യിൽ വെച്ചോ. പോകുന്ന വഴിയിൽ വേണമെങ്കിൽ കഴിക്കാലോ. സഞ്ജീവ് വെച്ചോളൂ. എന്നാ ദാസപ്പൻ പൊയ്ക്കോ. തിരുമേനി, അവനു മാത്രമേ ഉള്ളൂ ആപ്പിൾ, എനിക്കില്ലേ? ഡോ വിഡ്ഡി, അത് ആവാഹനം ചെയ്ത ആപ്പിൾ. അത് അവൾ കഴിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതവൻ അവൾക്ക് കൊടുക്കും, തീർച്ച. അല്ല, അത് ദാസപ്പനെങ്ങാനും കഴിച്ചാൽ?
പുരുഷന്മാർ കഴിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അതാണ് അതിന്റെ ശാസ്ത്രവിധി. തിരുമേനി ഒരു ജഗജില്ലി തന്നെ സമ്മതിച്ചു. സാവിത്രിയെ എവിടെയാ കാണുക? അതോ ഇനിയൊരിക്കലും തമ്മിൽ കാണില്ലേ? ഏതായാലും പൂപെറുക്കാൻ അവൾ വരുമായിരിക്കും ഈ വഴിയെ. അല്ല, പെട്ടെന്നെന്താ കാറ്റ് വീശുന്നേ? ഓ, എന്താ പാലപ്പൂവിന്റെ ഒരു സുഗന്ധം! മനം മയക്കുന്ന ഗന്ധം. ആ, താൻ വീണ്ടും വന്നോ? അതെ, വന്നു. വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അതെന്താ ദാസപ്പ? ഈ സുന്ദരിക്കുട്ടിയെ ഒന്നുകൂടി ഒന്ന് കാണാനൊരു മോഹം. ആ, കൊള്ളാലോ ദാസപ്പ താൻ. സാവിത്രി, സത്യം പറ. എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്? അതെ, വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക്. നിങ്ങൾ ആണുങ്ങൾ എല്ലാം നശിപ്പിച്ചില്ലേ? എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം. വിടില്ല ഞാൻ ഒന്നിനെയും. സാവിത്രി! ദാസപ്പ, ഞാൻ പെട്ടെന്ന്... എനിക്കാരുമില്ല ദാസപ്പ. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക്. ഓ, അപ്പോ എന്നെപ്പോലെ തന്നെയല്ലേ? ഞാനും ഒറ്റത്തടിയാ. മുകളിൽ ആകാശം, താഴെ ഭൂമി. ദാസപ്പ, ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക്... എന്താ സാവിത്രി, ചോദിച്ചോളൂ. അതെ, ആ അരയിൽ കിടക്കുന്ന സ്വർണ്ണനൂല് എനിക്കൊന്ന് കാണാൻ ഒന്ന് അഴിച്ചു തരുമോ? നോക്കിയിട്ട് തരാം. ഇതോ, തിരുമേനി പറഞ്ഞിരിക്കുന്നത് ഹോമം കഴിയും വരെ അഴിക്കരുതെന്നാ. ഓ, തിരുമേനിയോട് പോകാൻ പറ. എന്നോട് ഇഷ്ടമില്ലേ ദാസപ്പന്? ഇഷ്ടമാണോന്നോ? ഒരുപാട് ഇഷ്ടം. എന്നാലും ചെയ്യുന്ന ജോലിക്ക് ഈ ദാസപ്പൻ നന്ദിയുള്ളവനായിരിക്കും. അതുകൊണ്ട് പിന്നീട് ഒരിക്കലാവട്ടെ. ഈ ദാസപ്പനോട് ക്ഷമിക്കില്ലേ സാവിത്രി? അപ്പോ എന്നെ കാണിക്കില്ല എന്നാ. ഞാൻ പോവാ. സാവിത്രി, പോവല്ലേ? ഷോ, പോയി. കാണിച്ചു കൊടുക്കായിരുന്നു. ഛേ, കഷ്ടായി. നാളെ തീർച്ചയായും സാവിത്രിക്ക് ഈ നൂല് കാണിച്ചു കൊടുക്കണം. ഏതായാലും തിരിച്ചു പോവാം. ആ, ദാസപ്പ, താൻ വന്നോ? പൂ കിട്ടിയോ? കിട്ടി തിരുമേനി. ഒരു സഞ്ചി നിറയെ കിട്ടി. അല്ല, ഞാൻ തന്ന ആപ്പിൾ കഴിച്ചോ? ഏയ് ഇല്ല. ദാ, വൈകിട്ട് കിടക്കാൻ നേരം കഴിച്ചോളാം. അപ്പോ അവളെ കണ്ടില്ലേ? ഇന്ന് സാവിത്രിയെ കണ്ടു. പക്ഷേ സാവിത്രി ഇന്ന് പിണങ്ങിയാ പോയേ. എന്തു പറ്റി? രണ്ടാളും കൂടി വഴക്കിട്ടോ? ഏയ് അതല്ല. എൻ്റെ ഈ അരയിൽ കെട്ടിയിരിക്കുന്ന നൂൽ ഒന്ന് കാണണമെന്ന് സാവിത്രിക്ക് ഒരേ വാശി. അതാണ് അവൾ പിണങ്ങിപ്പോയത്. നാളെ ഞാൻ ഇത് അവൾക്ക് കൊടുക്കട്ടെ തിരുമേനി. ദാ വിഡ്ഢി, ഈ ഏലസാണ് നിന്റെ രക്ഷ. അവൾ നിന്നെ കൊല്ലാൻ നോക്കിയതാ. നിന്റെ ഭാഗ്യം ഇത് കൊടുക്കാഞ്ഞത്. ഇനിയും മണ്ടത്തരം കാണിക്കണ്ട. പൊയ്ക്കോ. ഇയാൾക്ക് കടുത്ത അസൂയ. ഒരു സുന്ദരി പെണ്ണിനെ എനിക്ക് കിട്ടുന്നതിൽ. കിളവൻ പൈസ വാങ്ങിപ്പോയി. ഇല്ലെങ്കിൽ രണ്ടു വർത്താനം പറഞ്ഞു കൊടുക്കായിരുന്നു. ആ, നാളെ ആവട്ടെ. ഭാര്യരേ, എന്താ തിരുമേനി? താൻ കൊണ്ടുവന്ന ആ ശുംഭനില്ലേ? ആര്, ദാസപ്പനോ? അതെ, അവന്റെ അന്ത്യം അടുത്തു. അവനിപ്പോൾ അവളുടെ ആകർഷണ വലയത്തിലാണ്. തിരുമേനി, തടയാൻ പറ്റില്ലേ? വാര്യരെ, വിധി അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നരബലി ഒഴിവാക്കാൻ നോക്കാം. നമുക്ക് കഴിയുമോ എന്നറിയില്ല. കാരണം അവളുടെ നീക്കം ചടുല വേഗത്തിലാണ്. അപ്പോൾ എന്തു ചെയ്യും? എപ്പോൾ എന്തു ചെയ്യുമെന്ന് പ്രവചിക്കാനാവില്ല. കാറ്റായും അഗ്നിയായും ജലപ്രവാഹമായും അവൾ വരും. ശത്രുവിനെ നിഗ്രഹിക്കാൻ നമ്മളിനി കൂടുതൽ സൂക്ഷിക്കണം. ഈ ഗൃഹത്തിന്റെ 4 കോണിലും രക്ഷ ബന്ധിക്കണം. വ്രതം തെറ്റാൻ പാടില്ല. കെടാവിളക്ക് ഒരിക്കലും അണയാനും പാടില്ല. തിരുമേനി, ചുരുക്കി പറഞ്ഞാൽ ഏതു നിമിഷവും അവളുടെ അറ്റാക്ക് പ്രതീക്ഷിക്കാം. അല്ലേ തിരുമേനി? അതെ, നാളെ രാവിലെ മുതൽ ആവാഹന പൂജ തുടങ്ങാണ്. എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് പറയാനും പറ്റില്ല. പിന്നെ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിശ്രമമില്ല. പുറത്തെ കാര്യങ്ങൾ, പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം എത്തിക്കേണ്ട ഉത്തരവാദിത്തം വാര്യർക്കാണ്. മറക്കണ്ട. ചെയ്തോളാം തിരുമേനി. പിന്നെ ദാസപ്പൻ, ഈശ്വരൻ രക്ഷിക്കട്ടെ അയാളെ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ദാസപ്പൻ കൊണ്ടുവരും അവളെ. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. ഇന്നേതായാലും പൂ പെറുക്കാൻ അയാളെ വിടണ്ട. നോക്കാം നമുക്ക് അവൾ അനുരാഗവതിയാണോ എന്ന്. എങ്കിൽ അവൾ വരും നമ്മുടെ പരിസരത്ത്. അങ്ങനെ വന്നാൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. നോക്കാം. വാര്യർ ചെന്ന് അയാളോട് കാര്യം പറഞ്ഞിട്ട് അത്താഴം കഴിച്ച് കിടക്കാൻ നോക്ക്. രാവിലെ 7:30 വെളുപ്പിന് എഴുന്നേക്കാനുള്ളതാണ്. ശരി തിരുമേനി. വാര്യ ചേട്ടാ. ആ, ദാസപ്പൻ എങ്ങോട്ടാ? പൂ പെറുക്കാൻ പോവണ്ടേ? ഏയ്, ഇന്നും പോവണ്ട. നാളേക്കുള്ള പൂ ഇവിടെ ഉണ്ട്. ദാസപ്പ വാ.
അത്താഴം കഴിച്ച് കിടക്കാൻ നോക്കാം. വാര്യർ ചേട്ടാ, ഞാനെന്നാ ഒന്ന് നടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ദാസപ്പാ, ഇപ്പോ എങ്ങോട്ടും പോണില്ല. വേഗം വന്ന് അത്താഴം കഴിക്ക്. നാളെ 7:30 വെളുപ്പിന് എണീക്കാനുള്ളതാ. വേഗം വാ. 7:30ക്ക് എണീക്കാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കിടന്നാ പോരെ? ഇത് ഇയാൾക്ക് പെട്ടെന്ന് കിടക്കാനുള്ള ഒരടവാണ്. പാവ സാവിത്രി കാത്തു നിൽക്കുന്നുണ്ടാകും. വരില്ലെന്ന് പറയാനും പറ്റിയില്ല. ശരിക്കും പെട്ടു. ഇനി സാവിത്രി പിണങ്ങുമോ ആവോ? ആ, ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കാം. ഈശ്വര, ഉറക്കം വരുന്നില്ല. നായ്ക്കളുടെ നീട്ടിയുള്ള ഒരിയിടൽ. പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട്. ഏതോ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണുന്നാ തോന്നുന്നേ. തിരുമേനി പറഞ്ഞ പോലെ അവളായിരിക്കുമോ സാവിത്രി? മന്ത്രം ജപിച്ച് കിടക്കാം. ജനലിന്റെ ചില്ലിന്റെ അപ്പുറത്ത് ഒരു രൂപം. ഈശ്വര, ഒരു പെണ്ണിന്റെ രൂപം. ചങ്ങല കിലുങ്ങും പോലെ കിലുക്കം. ദൈവമേ കാത്തോൾണേ. വാര്യരേ, വാര്യരേ. തിരുമേനി ക്ഷമിക്കണം, എണീക്കാൻ അല്പം വൈകി. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. നായ്ക്കളുടെ ഒരിയിടൽ. വെറുതെയല്ല ഉമ്മറത്തെ ആഞ്ഞിലിമരത്തിന്റെ നാരായക്കൊമ്പ ഒടിഞ്ഞു വീണത്. അതവൾ തന്നെ, സംശയമില്ല. കലിപൂണ്ട് നിൽക്കവൾ. എന്ത് സംഭവിക്കാം? എല്ലാരും സൂക്ഷിക്കുക. രാത്രി 10 കഴിഞ്ഞാൽ പുറത്ത് അധികം നിൽക്കണ്ട. പിന്നെ ജനലെല്ലാം അടയ്ക്കാൻ മറക്കണ്ട. കേട്ടല്ലോ എല്ലാരും? നായ്ക്കളുടെ ഒരിയിടൽ. ജനലിന്റെ അടുത്ത് ആരെങ്കിലും നിൽക്കുന്ന പോലെ തോന്നുക. ഉടനെ നാമം ജപിച്ച് കിടന്നോളുക. വേറെ ഒരു മാർഗവും തൽക്കാലം ഇല്ല. തിരുമേനി, അപ്പോൾ പ്രശ്നാണ് അല്ലേ? ഒന്നും പറയാറായിട്ടില്ല. അവളെ വരുതിയിൽ കൊണ്ടുവരാനാണല്ലോ നമ്മൾ പരിശ്രമിക്കുന്നത്. വിജയിക്കും. വിജയിച്ചല്ലേ പറ്റൂ. ആ കുട്ടിയെ രക്ഷിക്കണ്ടേ, മീനാക്ഷിയെ. അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങളെല്ലാം സൂക്ഷിച്ചു വേണം. ഒന്ന് പിഴച്ചാൽ പിന്നെ അവളെ ഒരിക്കലും തളയ്ക്കാൻ പറ്റില്ല. ദേവേട്ടാ. എന്താ സുഭദ്രേ? ദേവേട്ടാ, പൂജ തുടങ്ങി വല്ല ഗുണവും? നമ്മുടെ മോളുടെ കാര്യമാണ്, മറക്കണ്ട. സുഭദ്രേ, തിരുമേനിയാണ്. ഒരു കാര്യമേറ്റാൽ അത് നടത്തിയിട്ടേ തിരുമേനി അടങ്ങൂ. എല്ലാം ശരിയാകും. അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. താൻ വ്രതം നോക്കുന്നില്ലേ? മുടക്കേണ്ട. പിന്നെ മോൾക്കെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അമ്മയായ തനിക്ക് അതൊക്കെ അറിയാൻ കഴിയൂ. ശ്രദ്ധിക്കണം ഓരോ ദിവസവും. പിന്നെ അവൾക്ക് ഒരു സംശയവും ഉണ്ടാകരുത്. എന്നാൽ ഞാൻ അവിടെ വരെ ഒന്ന് പോയിച്ചു വരാം. സുഭദ്രേ, ആ ഷർട്ടിങ് എടുത്തോ, ഞാൻ പോയിച്ചു വരാം. ആരോ വരുന്നുണ്ടല്ലോ തിരുമേനി. അപശകുനം. അടക്കാമരപ്പെട്ട വഴിയിൽ തന്നെ വീണു. വാര്യരേ, ഇങ്ങോട്ട് വരണ്ട. തിരിച്ചു പോയിക്കൊള്ളാൻ പറയൂ. സമയം നന്നല്ല എന്ന് പറഞ്ഞോളൂ. അതേ, തിരുമേനി പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന്. തിരിച്ചു പോയിക്കോളൂ. തിരുമേനിയെ പിന്നെ കാണാമെന്ന് പറയാൻ പറഞ്ഞു. പോയിക്കൊള്ളൂ. ശരി. തിരുമേനി വെറുതെ പറയില്ല. തിരിച്ചു പോയേക്കാം. ഈശ്വരാ, രക്ഷിച്ചു. ദേവേട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താ സുഭദ്രേ? അതെ, മോള് വന്നു. പിന്നെ കൂടെ ആരോ ഒരാൾ കൂടിയുണ്ട് വിസിറ്റിംഗ് റൂമിൽ. ഒന്നങ്ങോട്ട് ചെല്ലു ദേവേട്ടാ. അലക്സ്, ഇതാ അച്ഛൻ. ഡോക്ടർ ദേവനാഥൻ. ഗവൺമെന്റ് സിവിൽ സർജൻ ആയിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ്. അച്ഛാ, ഇത് ഡോക്ടർ അലക്സ്, ENT സ്പെഷ്യലിസ്റ്റ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ. അച്ഛനെ കാണാൻ വന്നതാ. നിങ്ങൾ സംസാരിക്കൂ, ഞാനിപ്പോൾ വരാം. ഹലോ അലക്സ്. ഹലോ സർ. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. സർ, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ അലക്സ്, കണ്ടതിൽ സന്തോഷം. പിന്നെ എന്നെ കാണാൻ പ്രത്യേകിച്ച്? സർ, ഒന്നും മനസ്സിൽ വയ്ക്കുന്ന സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തുറന്നു പറയാം. സാറിൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാം. സാറിന് സമ്മതമാണെങ്കിൽ. എന്താ സാർ ആലോചിക്കുന്നേ? എനിക്ക് മനസ്സിലായി. ഏയ് ഇല്ല അലക്സ്, താൻ വിചാരിക്കും പോലെ ഞാനൊരു പിന്തിരിപ്പനൊന്നുമല്ല. നിങ്ങൾ രണ്ടാളും സന്തോഷമായി ഇരിക്കേണ്ടേ? അതല്ലേ പ്രധാനം. ഞാൻ മോളോടൊന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ പോരെ അലക്സ്? അത് മതി സാർ, എനിക്ക് തിരക്കില്ല. എന്നാ അലക്സ് വാ, വീട്ടിൽ വന്നിട്ട്. സുഭദ്രേ, ചായ റെഡിയായില്ലേ? എല്ലാം റെഡി. ഏട്ടാ, വിളിച്ചോളൂ. അലക്സ് വാ, ഒരു ചായയൊക്കെ ആവാലോ അല്ലേ? ചായ കുടിച്ച് അലക്സ് വീട്ടിൽ നിന്നും ഇറങ്ങി. അച്ഛാ, സോറി അച്ഛാ. അലക്സ് ആദ്യം വരട്ടെ, എന്നിട്ട് അച്ഛനോട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ തെറ്റായ തീരുമാനമാണോ അച്ഛാ എടുത്തത്? എന്നാൽ സോറി അച്ഛാ. എന്തിനാ മോളെ സോറി?
എൻ്റെ മോൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് മോളല്ലേ തീരുമാനിക്കേണ്ടത്. അച്ഛന് ഇഷ്ടായി. നല്ല സ്മാർട്ട് ബോയ്. ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു. ഇഷ്ടായി മോളെ നിന്റെ സെലക്ഷൻ. താങ്ക്സ് ഡാഡി. ഏതായാലും ടി വി ഒന്ന് ഓൺ ചെയ്ത് ന്യൂസ് എന്താന്ന് നോക്കാം. എന്താ ബ്രേക്കിംഗ് ന്യൂസ്? ഹൈവേയിൽ മരം കടപുഴകി വീണു. ഡോക്ടർക്ക് ദാരുണാന്ത്യം. ഹൈവേയിൽ മരം കടപുഴകി കാറിന്റെ മേലെ വീണു. നിർമ്മല ഹോസ്പിറ്റലിലെ ഡോക്ടർ അലക്സ് തൽക്ഷണം മരിച്ചു. 5 മണിക്കായിരുന്നു ഈ ദാരുണ സംഭവം. പെട്ടെന്ന് ആഞ്ഞുവീശിയ കാറ്റിൽ മരം കടപുഴകി വീഴുകയായിരുന്നു. നിർമ്മല ഹോസ്പിറ്റൽ, അത് മോൾ ജോലി ചെയ്യുന്ന? അപ്പോ അലക്സ്? ഇവിടെ വന്ന ആ പയ്യൻ? ദൈവമേ! സുഭദ്രേ, ഒരു ഗ്ലാസ് വെള്ളം. മോളെ! എന്താ എന്താ അച്ഛാ പറ്റിയേ? വല്ലായ്മ വല്ലതും? മോളെ, ടി വി ടി വി ഓഫ് ചെയ്യാനോ? ശരി അച്ഛാ. എന്താ അച്ഛനെ പറ്റിയേ? അമ്മ, വെള്ളം വേഗം കൊണ്ടുവാ. ഫോൺ അടിക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. ഹലോ, അതെ മീനാക്ഷി. അയ്യോ, എപ്പോ? എവിടെ വെച്ച്? ഞാൻ ദാ വരുന്നു. അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. ഡോക്ടർ അലക്സിന് ഒരു ആക്സിഡന്റ്. ചെല്ലട്ടെ അച്ഛാ ഞാൻ? മോളെ, അത് അച്ഛൻ റെസ്റ്റ് എടുക്ക്, ഞാൻ പെട്ടെന്ന് വരാം. ഈശ്വരാ, മോളിതറിയുമ്പോൾ ഭഗവാനെ, തിരുമേനി പറഞ്ഞത് ശരിയാവുകയാണല്ലോ. എൻ്റെ മോൾ കാരണം ആ പയ്യൻ. ഈശ്വരാ, എന്തൊരു വിധിയാണ് എൻ്റെയും എൻ്റെ മോളുടെയും. സുഭദ്രേ, എന്താ താനൊന്നും മിണ്ടാത്തെ? ഞാൻ എന്തും മിണ്ടാനാ? തിരുമേനി പറഞ്ഞേക്കുന്നത് മോളോടൊന്നും പറയരുതെന്നല്ലേ? എന്നാലും ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ ദുരന്തങ്ങൾ നമ്മെ വിട്ടൊഴിയില്ല. മോളോട് ഞാനെല്ലാം പറയാൻ പോവാണ് സുഭദ്രേ. ഞാൻ തിരുമേനിയെ കണ്ടിരുന്നു. തിരുമേനിയും സമ്മതിച്ചു. ദേ, അവൾ വരുന്നുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞോ. ആ മോളെ, അച്ഛനും വിഷമമുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യാ? മോളെ, സഹിക്ക, അത്ര തന്നെ. ഇനി വിഷമിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നല്ലൊരു പയ്യനായിരുന്നു ആ കൊച്ചൻ. അച്ഛാ, പ്ലീസ്, അത് വിടാം. മോളെ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോൾ ക്ഷമയോടെ കേൾക്കുമോ? ഇനിയും മോളോട് പറയാതിരിക്കാനാവില്ല അച്ഛന്. എന്തിനാ അച്ഛാ എന്നോടൊരു മുഖവുര? അച്ഛൻ പറഞ്ഞു. മോളിരിക്കെ, അച്ഛനെല്ലാം വിശദമായി പറയാം. ഇരിക്കും മോളെ. അച്ഛാ, അച്ഛൻ പറഞ്ഞത് എല്ലാം ഞാൻ കേട്ടു. എൻ്റെ അച്ഛാ, വിവരവും വിദ്യാഭ്യാസവുമുള്ള എൻ്റെ അച്ഛൻ തന്നെയാണോ ഇതൊക്കെ പറയുന്നേ? എന്താ അച്ഛാ അച്ഛനെ പറ്റി? മോളെ, ചിലത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അച്ഛൻ ചോദിക്കട്ടെ. നമ്മൾ പറയും സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമെന്ന്. എന്നാൽ നമുക്കറിയാം സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നു, ഭൂമിയാണ് തിരിയുന്നതെന്ന്. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഭൂമി കൃത്യമായി തിരിയുന്നു. ആരാണിതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? ഒരു പ്രപഞ്ച ശക്തിയല്ലേ. അത് നമ്മൾ വിശ്വസിച്ചല്ലേ മോളെ പറ്റൂ. അതുപോലെ നന്മയും തിന്മയും, സത്യവും മിഥ്യയും, സുഖവും ദുഃഖവും, ഇതെല്ലാം വിശ്വാസങ്ങളല്ലേ മോളെ. നമ്മളെല്ലാം ഈശ്വരവിശ്വാസികളല്ലേ. അപ്പോ സാത്താനും യക്ഷിയുമൊക്കെ ഉണ്ടായിക്കൂടെ മോളെ? അതേ അച്ഛനും പറഞ്ഞുള്ളൂ. ശരി, സമ്മതിച്ചു അച്ഛാ. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ അത് അച്ഛൻ പറ. ഞാൻ അതുപോലെ ചെയ്യാം. ഞാൻ. മോളെ, എൻ്റെ മോളെ, സുഭദ്രേ, ഓടിവാ. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാനൊന്നും അറിഞ്ഞു ചെയ്തതല്ല. എന്നാലും ഈ കൈകൊണ്ട് ഞാൻ അച്ഛൻ്റെ കഴുത്തിൽ. എനിക്കെന്താ പറ്റിയ അച്ഛാ? സോറി അച്ഛാ, സോറി. മോളെ, ഒന്നുമില്ല. അത് മോളുടെ ഒരു തമാശ. ഒന്നുമില്ല മോളു. മോൾ അകത്തേക്ക് പോയിക്കോ. ഈശ്വരാ, ദേവേട്ടാ, എന്തെങ്കിലും പ്രശ്നം? ഹോസ്പിറ്റലിൽ പോണോ ദേവേട്ടാ? ഏയ് വേണ്ട. എന്നാലും എൻ്റെ കഴുത്തിൽ ഒരു ഒന്നൊന്നര പിടുത്തായിരുന്നു. ഞാൻ തീർന്നു എന്ന് വിചാരിച്ചു. ഹോ, ഇപ്പോഴും എന്താ വേദന? കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ, ഒന്ന് ആവി പിടിക്കണം. ആ തിരുമേനി പറഞ്ഞതാ ശ്രദ്ധിക്കണമെന്ന്. സ്വന്തം മോളല്ലേ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈശ്വരാ, എനിക്കെന്താ പറ്റിയേ? എൻ്റെ സ്വന്തം അച്ഛനെ ഈ കൈകൊണ്ട് കൊല്ലാൻ നോക്കിയ ഞാനൊരു ദുഷ്ടയാണ്. എന്നാലും ഞാനങ്ങനെ ചെയ്തെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അച്ഛൻ പറഞ്ഞ പോലെ എന്തോ പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് പ്രൊഫസർ ഡോക്ടർ അയ്യരെ ഒന്ന് കണ്ടാലോ? അതെ, ഇപ്പോൾ തന്നെ പോയി കാണാം. സമയം 4 മണി. അയ്യർ സാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയോ ആവോ? ഏതായാലും ഒന്ന് നോക്കാം. ഇല്ല, ഡോക്ടർ പോയിട്ടില്ല. ആ, അല്ല, ഡോക്ടർ മീനാക്ഷിയല്ലേ? ഇവിടെ എന്നെ കാണാൻ? ഏയ് വെറുതെ. എന്നാൽ ചെറിയൊരു കാര്യമുണ്ട്. എല്ലാം ഞാൻ പറയാം ഡോക്ടർ.
എന്നിട്ട് ഡോക്ടർ ദേവനാഥന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. എന്നാലും എനിക്കതൊരു ഷോക്കായിരിക്കുകയാണ്. മീനാക്ഷി, ഇരിക്ക്. പിന്നെ തിരുമേനി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അതെ ഡോക്ടർ. മീനാക്ഷി, എനിക്കറിയാം വല്യ തിരുമേനിയെ. ഒരായുസ് മുഴുവൻ മന്ത്രതന്ത്രങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വാത്വികനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ. പിന്നെ അറിയാലോ, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. എന്നാലും മീനാക്ഷി വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇയാളുടെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിക്കാം. വിരോധമില്ലല്ലോ? ഏയ് ഇല്ല ഡോക്ടർ. എന്നാൽ വരൂ, ഈ ടേബിളിൽ കയറി കിടന്നോളൂ. സാവധാനം കണ്ണുകളടച്ച് റിലാക്സ്. മീനാക്ഷി, മീനാക്ഷി. അല്ല, ഞാൻ സാവിത്രി. കൊല്ലും ഞാൻ എല്ലാരെയും. ഇന്നെൻ്റെ ഇര നീ. വാ ഇവിടെ. അയ്യോ, ഓടി വരണേ സിസ്റ്റർ, സിസ്റ്റർ. എന്താ ഡോക്ടർ? എന്താ ഉണ്ടായേ ഡോക്ടർ? അല്ല ഡോക്ടർ, മീനാക്ഷി എന്താ ഇവിടെ നടക്കുന്നേ? എന്താ സംഭവിച്ചേ? സിസ്റ്റർ, ഒന്നുമില്ല. മീനാക്ഷി ഉണരും വരെ ആരെങ്കിലും ഇവിടെ വേണം. ഞാൻ പോയി ഈ മുറിവിൽ റെസ്റ്റ് ചെയ്യട്ടെ. ഒന്നും സംഭവിച്ചില്ല സിസ്റ്റർ. മറ്റാരും ഇത് തൽക്കാലം അറിയരുത്. ഈശ്വരാ, എന്നെ കൊല്ലാൻ തന്നെയായിരുന്നു ആ കുട്ടി ശ്രമിച്ചത്. എന്താ ഇതൊക്കെ? ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മീനാക്ഷിയെ സൂക്ഷിക്കണം. ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതിനു മുന്നേ തിരുമേനിയെ ചെന്നൊന്ന് കാണണം. ആരോ വരുന്നുണ്ടല്ലോ തിരുമേനി. നല്ല ശകുനം. കയർ ഊരി വന്ന പയ്യെ. അല്ല, ഡോക്ടർ അയ്യർ. നമസ്കാരം ഡോക്ടർ അയ്യർ. നമസ്തേ തിരുമേനി. ഒത്തിരി അലഞ്ഞു തിരുമേനിയെ കണ്ടുപിടിക്കാൻ. അല്ല, കണ്ടുപിടിച്ചല്ലേ പറ്റൂ. എന്താ ഡോക്ടർ സാറേ, ഹോസ്പിറ്റലിൽ ആരും വരുന്നില്ലേ? ആളെ പിടിക്കാൻ ഇറങ്ങിയതാണോ? ഏയ് അല്ല തിരുമേനി. ഒരു കാര്യം ഒന്ന് തിരുമേനിയുമായി ഡിസ്കസ് ചെയ്യണം. ഒരു പ്രത്യേക കേസാണ്. എന്താ ഡോക്ടർ സാർ, എൻ്റെ സഹായം? അതെ, വേണ്ടിവരും. പറഞ്ഞോളൂ. എന്നെക്കൊണ്ടാവുന്നതാണെങ്കിൽ ചെയ്യാം. സന്തോഷേ ഉള്ളൂ. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ മീനാക്ഷി. ഓ, ഇപ്പോൾ മനസ്സിലായി. ഡോക്ടർ ദേവനാഥൻ്റെ മോളല്ലേ? അപ്പോൾ തിരുമേനി അറിയൂ ആ കുട്ടിയെ? അറിയും. ദാ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഡോക്ടർ ദേവനാഥൻ വിളിച്ചിട്ടാണ്. അല്ല, എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? എല്ലാം വിശദമായി പറയാം. കേൾക്കുമ്പോൾ വട്ടുള്ളവരെ ചികിത്സിച്ച് എനിക്കും വട്ടായി എന്ന് തിരുമേനി വിചാരിക്കരുത്. ഏയ് ഇല്ല, കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡോക്ടർക്കും കിട്ടി പണി അല്ലേ? പിന്നെ ജഗദംബിക കുടികൊള്ളുന്ന വീട്ടിലല്ലേ ഡോക്ടർ താമസിക്കുന്നത്? ദൈവാധീനം നല്ലോണം ഉള്ളതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല അല്ലേ ഡോക്ടർ? അതെ, എല്ലാം അറിയുന്നല്ലേ തിരുമേനി? ഏയ് ഒന്നുമില്ല. ആ കുട്ടിയുടെ ദേഹത്ത് ഒരു ബാധ. അതും ചില്ലറക്കാരിയല്ല. കേട്ടിട്ടില്ലേ സാവിത്രിയുടെ കഥകൾ? ആ പാലായിൽ കൊന്നു കെട്ടിത്തൂക്കിയ യക്ഷി. അതെ, ആ സാവിത്രി ഇപ്പോൾ ആ മീനാക്ഷിയുടെ ദേഹത്ത് കുടിയിരിക്കുന്നു. ഓ ഭഗവാനെ, എന്താ ഞാനീ കേൾക്കണേ? പരദേവത കാത്തു എന്നെ. ഇനി എന്താ ചെയ്യാ തിരുമേനി? അവളെ പിടിച്ചു കെട്ടണം. ചിലപ്പോൾ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ വിളിച്ചോളാം. എന്നാ രാഹുകാലം കഴിയും മുന്നേ ഇറങ്ങിക്കോളൂ. പിന്നെ വടക്കോട്ട് യാത്ര വേണ്ട. മുന്നിൽ തീ കാണുകയാണെങ്കിൽ മറികടക്കാൻ ശ്രമിക്കരുത്. എന്നാൽ പൊയ്ക്കൊള്ളൂ. വാര്യരേ. എന്താ തിരുമേനി? ഇന്ന് നമ്മുടെ പൂജയുടെ 9-ാം ദിവസം. ആവാഹനം തുടങ്ങാൻ സമയമായി. അല്ല, എവിടെ ദാസപ്പൻ? തിരുമേനി, അത് പറയാൻ മറന്നു. വീട്ടുകാരെ കാണാൻ പോണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തിരിച്ചു വരാമെന്നാ പറഞ്ഞേ. വാര്യരേ, ബേഷായി. ഞാൻ പറഞ്ഞതല്ലേ അയാളെ പുറത്തു വിടരുതെന്ന്. ഈശ്വരാ, ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണാവോ ഉണ്ടാൻ പോകുന്നത്. തനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി അനുഭവിക്കുക തന്നെ. സാവിത്രിയെ കാണാനാണ് വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞു വന്നത്. എന്നിട്ട് നേരെ ഇത്രയായി. എവിടെ സാവിത്രി? അവളിനി വരില്ലയാവോ? തിരിച്ചു പോയാലോ? വന്നത് വെറുതെയായി. ദാസപ്പൻ ചേട്ടാ, എന്താ ഈ വഴിയെ ചുറ്റിത്തിരിയുന്നേ? എന്തേലും കളഞ്ഞുപോയോ? ആ, സാവത്തി വന്നോ? നന്നായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എന്താ, വല്ല കല്യാണത്തിന് പോവാണോ? ഓ, കല്യാണം. സാവിത്രി. ഏയ് ഒന്നുമില്ല. ഇന്ന് നാടകമില്ല. അതുകൊണ്ട് ടൗൺ വരെ ഒന്ന് പോവാ. അല്ല, ദാസപ്പൻ ചേട്ടൻ എങ്ങോട്ടാ? വരുന്നോ? ടൗൺ വരെ ഒരു കൂട്ടിന്. ഞാൻ വരണോ? തിരുമേനി അന്വേഷിക്കും. അയാളോട് പോവാൻ പറ. ഞാനല്ലേ വിളിക്കുന്നേ. പിന്നൊരു കാര്യം, ദാസപ്പൻ എനിക്ക് ഒരു സഹായം ചെയ്യണം.
കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം. ദാസപ്പന്റെ കയ്യിലുള്ള ആ സ്വർണം കെട്ടിയ ഏലസ് പണയം വെച്ച് എനിക്ക് കുറച്ച് പണം വാങ്ങി തരുമോ? അടുത്ത കളി കഴിഞ്ഞാൽ ഞാൻ എടുപ്പിച്ചു തരും. വിശ്വാസം ഉണ്ടെങ്കിൽ മതി കേട്ടോ. എന്നാ വാ, നമുക്ക് ടൗൺ വരെ ഒന്ന് പോയി വരാം. പോണോ? തിരുമേനിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് നന്ദികേടാവുമോ? വേണ്ട സാവിത്രി, ഞാൻ വരുന്നില്ല. സാവിത്രി പൊയ്ക്കോളൂ. ഉം, ഞാൻ പോകുന്നു. നിന്നെ ഞാൻ എടുത്തോളാം, നിന്റെ തിരുമേനിയെയും. അല്ല, എവിടെ സാവിത്രി? ഈ പെണ്ണിനെന്താ വല്ല മാജിക്കും അറിയുമോ? പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു. എന്തായാലും തിരിച്ചു പോയേക്കാം. വാര്യരെ, വിശന്നിട്ട് വയ്യ. എന്താ കഴിക്കാനുള്ളത്? ചെല്ലങ്ങോട്ട്, തിരുമേനി തരും വയറു നിറച്ച് കഴിക്കാനുള്ളത്. എനിക്ക് കിട്ടി. അല്ല, നിനക്കൊരു ജോലി തന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ചെല്ല് ചെല്ല്, ചെന്ന് മേടിക്ക്. തിരുമേനി, ദേ ആളെത്തി. ആ ദാസപ്പാ, എവിടെ പോയി താൻ? തിരുമേനി, അത് വീട്ടിൽ വരെ. എന്നിട്ട് അവളെ കണ്ടോ? അതോ? തിരുമേനി, ക്ഷമിക്കണം. ഞാൻ ദാസപ്പാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. കണ്ടു, അവൾ പിണങ്ങിപ്പോയി. അവൾക്ക് എൻ്റെ ഏലസ് വേണമെന്ന്. പണയം വെക്കാൻ എന്തോ പൈസയ്ക്ക് അത്യാവശ്യം. ദാസപ്പാ, പൈസക്കല്ല, നിന്റെ ചോരയ്ക്കാണ് അവൾക്ക് അത്യാവശ്യം. കൊടുക്ക് നീ. കൊടുക്കട്ടെ തിരുമേനി. ഡാ വിഡ്ഡി, അവർക്കത് ഊരിക്കൊടുക്കുന്ന സമയം നിന്നെ അവൾ കൊല്ലും. അയ്യോ, എന്നാ ഞാൻ കൊടുക്കില്ല തിരുമേനി. ആ, അങ്ങനെയായാൽ നിനക്ക് നല്ലത്. പിന്നെ എന്നോട് പറയാതെ എങ്ങോട്ടും പോകരുത്. പൊയ്ക്കോ. അല്ല, എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇവനോടെന്താ സാവിത്രി ഇത്ര കരുണ കാണിക്കുന്നേ? ഇനി അവൾക്ക് ഇവനോട് വല്ല പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടാവുമോ? അങ്ങനെയായാൽ നമ്മുടെ കാര്യം കുറച്ചെളുപ്പമാകും. അവൻ കൊണ്ടുവരും അവളെ ഇവിടെ. ഒരു പരീക്ഷണം നടത്തണോ? ജീവൻ വെച്ചുള്ള കളിയാണ്. ആലോചിച്ച് വേണം ചെയ്യാൻ. അതിനു മുന്നേ ഡോക്ടർ അയ്യരെ ഒന്ന് കാണണം. മീനാക്ഷിയെ 2 ദിവസം വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം. അവൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരിടം അയ്യർ വിചാരിച്ചാൽ നടക്കും. പിറ്റേന്ന്, തിരുമേനി, ആ ഡോക്ടർ അയ്യർ വന്നിട്ടുണ്ട്. ആ, ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞോളൂ. ആ ചെയർ അങ്ങോട്ട് എടുത്തിട്ടോളൂ. എന്നിട്ട് വാര്യർ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. ആ, അയ്യർ സാർ വരിക, ഇരിക്ക. എന്താ തിരുമേനി, അവളെ പൂട്ടാൻ വല്ല ഐഡിയയും? അതെ ഡോക്ടർ അയ്യർ, അവളിപ്പോൾ വിരാജിക്കുന്നത് മീനാക്ഷിയുടെ ദേഹത്താണല്ലോ. എന്നാൽ രാത്രിയുടെ 1-ാം യാമം യക്ഷികൾ കൂടുവിട്ട് കൂടുമാറുന്ന സമയം. ആ സമയമാണ് നമ്മൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. തിരുമേനി, എങ്ങനെ? അതെ, അവിടെയാണ് എനിക്ക് അയ്യരുടെ സഹായം. യക്ഷി ശരീരത്തിലില്ലാത്ത മീനാക്ഷി. ആ സമയം ഡോക്ടർ അവളെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റണം. രക്ഷാകവചം ഒരുക്കിയ ഒരിടം. എന്നുവെച്ചാൽ ആ സമയം നിങ്ങൾ മീനാക്ഷിയുടെ മനസ്സൊന്ന് സ്കാൻ ചെയ്യണം. അവളുടെ, ആ സാവിത്രിയുടെ ഒരംശം പോലും മീനാക്ഷിയിൽ അവശേഷിക്കാൻ പാടില്ല. രക്ഷാകവചം ഞാനൊരുക്കാം. എന്നാൽ അത് ഭേദിക്കാൻ അവൾ ശ്രമിക്കും. എന്തു വില കൊടുത്തും അത് അയ്യർ തടയണം. ഒരു ദിവസം, ഒരേ ഒരു ദിവസം കടന്നു കിട്ടിയാൽ അവളുടെ ശക്തി ക്ഷയിക്കും. പിന്നെ അവളെ വരുതിയിൽ വരുത്താൻ എളുപ്പം. പക്ഷെ റിസ്ക് ഉണ്ട്. എന്തും സഹിക്കാനുള്ള മനസ്സ്. അയ്യരെ കൊണ്ട് പറ്റുമത്. കാരണം പരദേവത കുടികൊള്ളുന്ന അയ്യരുടെ വീട് തന്നെ ഏറ്റവും സുരക്ഷിതം. മീനാക്ഷിയെ അവിടെ എത്തിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. തിരുമേനി, എനിക്ക് തിരുമേനിയെ വിശ്വാസമാണ്. എങ്കിലും കലിപൂണ്ട് നിൽക്കുന്ന സാവിത്രി. എങ്കിലും ഞാനുണ്ട് തിരുമേനി കൂടെ. ഒരിക്കലല്ലേ മരിക്കൂ. അത് നല്ലൊരു കാര്യത്തിനാവട്ടെ. പക്ഷേ അന്ന് രാത്രി അവളുടെ ശ്രദ്ധ തിരിക്കണം. അതിന് ഒരാളെ കൊണ്ടേ പറ്റൂ. ദാസപ്പൻ. ജീവൻ വെച്ചുള്ള ഒരു മരണക്കളി. ദേവേട്ടാ, എനിക്ക് ഭയമാകുന്നു. സ്വന്തം മകളെ മയക്കി കിടത്തുക. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ സുഭദ്രേ, നീയും കേട്ടതല്ലേ തിരുമേനി പറഞ്ഞത്? ഇതൊരു സുവർണ അവസരമാണ് നമ്മുടെ മോളെ രക്ഷിക്കാൻ. ഇതു ചെയ്തേ പറ്റൂ. കാത്തിരിക്കണം രാത്രിയാവുന്നത് വരെ. ദേ അവള് വരുന്നുണ്ട്. എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? എന്നെ പറ്റി ആയിരിക്കല്ലേ? ഏയ് അല്ല മോളെ, അച്ഛൻ്റെ ഈ മാസത്തെ പെൻഷൻ തുക കിട്ടിയില്ലല്ലോ എന്ന് പറയുകയായിരുന്നു അച്ഛൻ. മോള് വാ, അമ്മ ചായ തരാം. എന്നെ തൊടരുത്. എന്താ മോളെ പറ്റി? അമ്മേ, സോറി. പെട്ടെന്ന് ഞാനെന്താ, എനിക്കിടയ്ക്ക് ഇങ്ങനെ നശിച്ചൊരസുഖം. സാരില്ല മോളെ, മോള് വന്ന് കുളിച്ചു വരുമ്പോഴേക്കും അമ്മ ചായ വെക്കാം. ചെല്ലു മോളെ. ഈശ്വരാ, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത്? പേടിയാവുന്നു. ചിലപ്പോൾ അവളുടെ പെരുമാറ്റം. സുഭദ്രേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? കിടക്കാൻ നേരം പാല് കൊടുക്കുമ്പോൾ
അതിൽ ഈ ഒരൊറ്റ ഗുളിക. ഒന്നും പറ്റില്ല. ചെറിയൊരു മയക്കം അത്ര തന്നെ. ദേവേട്ടാ, ഞാൻ തന്നെ എൻ്റെ മോൾക്ക്. ഈശ്വരാ, അവൾക്കൊന്നും വരുത്തല്ലേ. വാര്യരേ, താനിതുവരെ റെഡിയായില്ലേ? ദാ വന്നു. പിന്നെ ദാസപ്പൻ? അവന് വേറൊരു ജോലിയുണ്ട്. വാര്യർ വിട്ടോ. ആ കുട്ടിയെ അയ്യർ സാറിന്റെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കണം. വഴിയിൽ ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തരുത്. പറഞ്ഞത് കേട്ടല്ലോ? എന്നാ വാര്യർ വിട്ടോ. ദാസപ്പാ. എന്താ തിരുമേനി? തനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ സാവിത്രിയെ? അതെ തിരുമേനി. തനിക്ക് അവളെ ഇന്ന് കാണണോ? വേണോ ദാസപ്പാ? അതിന് തിരുമേനി സമ്മതിക്കില്ലല്ലോ. ഇല്ല ദാസപ്പാ. ഇന്ന് നിനക്ക് സാവിത്രിയെ പോയി കാണാം, സംസാരിക്കാം. ഞാൻ തടയില്ല. എന്നാ ഞാൻ പോട്ടെ തിരുമേനി. അതെ, ഇനി നിനക്ക് ഈ എലസ് വേണ്ട. ഇത് ഞാൻ പൊട്ടിച്ച് കളയാണ്. ദാസപ്പൻ പോയി അവളെ കണ്ടിട്ട് വന്നോളൂ. ആ, ഒന്നുകിൽ അവളുടെ കൈകൊണ്ട് ദാസപ്പൻ ഇന്ന് തീരും, അല്ലെങ്കിൽ അവളെ ദാസപ്പൻ കൊണ്ടുവരും. നോക്കാം എന്താകുമെന്ന്. ഏതായാലും ആവാഹനത്തിന്റെ അവസാന ദിവസം ഈ കാഞ്ഞിര പ്രതിമയിൽ 21 അണിയടിക്കുമ്പോൾ അവളിതിൽ ആവാഹിക്കപ്പെടണം. ഇല്ലെങ്കിൽ പിന്നെ ഈ തിരുമേനി തീർന്നു എന്ന് കരുതിയാൽ മതി. സുഭദ്രേ, പോയി നോക്ക് അവൾ ഉറങ്ങിയോ എന്ന്. ചെന്ന് നോക്ക്. ദേവേട്ടാ, ഉമ്മറത്ത് ഒരു വണ്ടിയുടെ ശബ്ദം. ആരോ വന്നു തോന്നുന്നു. ആ, വാര്യർ കേറി വാ. കുടിക്കാനെടുക്കട്ടെ? ഏയ്, ഇരിക്കാനൊന്നും നേരെയില്ല. അരമണിക്കൂർ കഴിഞ്ഞാൽ യമകണ്ഠകാലം. അതിനു മുന്നേ മീനാക്ഷിയെ അയ്യരുടെ മനയിലെത്തിക്കണം. എവിടെയാ കുട്ടി? എവിടെയാ കിടക്കുന്നേ? ആ സ്ട്രെച്ചർ എടുത്തോ. പതിയെടുത്ത് വണ്ടിയിലോട്ട് കയറ്റിക്കോ. ദേവേട്ടാ, നമ്മുടെ മോൾ. സുഭദ്രേ, അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നേ. ഡോക്ടർ സാറേ, ഈ രാത്രിയിൽ യാത്ര പറയുന്നില്ല. വരട്ടെ. ഇതാണെന്ന് തോന്നുന്നു അയ്യരുടെ വീട്. ബെല്ലടിച്ച് നോക്കാം. ആ, വാര്യറല്ലേ? ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, അതാണ് മുറി. അങ്ങോട്ട് കിടത്തിക്കോളൂ. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും? ഏയ്, ഒന്നും വേണ്ട. നൊയമ്പാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് ജോലിയുണ്ട്. ഈശ്വരാ, ഞാൻ തുടങ്ങാണ്. അവളെ തളക്കാനുള്ള അവസാനത്തെ അവസരം. ആഴിയിൽ അഗ്നി പടരാം. ഇനി 108 ആവാഹന മന്ത്രങ്ങൾ. പിന്നെ കാഞ്ഞിരത്തിൽ തീർത്ത വിഗ്രഹത്തിൽ ഓരോ ആണിയും അടിച്ചു തുടങ്ങണം. ഈശ്വര, വിഘ്നമൊന്നും വരുത്തല്ലേ ഭഗവാനേ. ദാസപ്പൻ പോയി കഴിഞ്ഞു. എന്തായി എന്നറിയില്ല. രാത്രിയുടെ 4-ാം യാമം വരെ കാത്തിരിക്കണം. അതിനുള്ളിൽ അവൾ വരണം. തിരുമേനി. വാര്യരെ, പോയ കാര്യം എന്തായി? എല്ലാം ശുഭം. ആ കുട്ടിയെ സുരക്ഷിതമായി അവിടെ കൊണ്ട് ചെന്നാക്കി. ഇനി പേടിക്കാനില്ല. വാര്യരെ, ഞാൻ ഹോമം തുടങ്ങാൻ പോവാണ്. വിഘ്നങ്ങൾ വരാതെ നോക്കണം. ഒന്ന് പിഴച്ചാൽ പിന്നെ അറിയാലോ. അറിയാൻ തിരുമേനി, ഞാൻ നോക്കിക്കോളാം. എവിടെ സാവിത്രി? എവിടെയും കാണുന്നില്ല. ഇനി അവൾ വരില്ലേ ഒരിക്കലും? അന്ന് പിണങ്ങിയാ പോയത്. വേണ്ടായിരുന്നു ഒന്നും. ദാസപ്പൻ ചേട്ടാ. ആരാ അത്? സാവിത്രി, മറഞ്ഞു നിൽക്കാതെ വെളിയിൽ വരൂ. ചേട്ടാ, ഇങ്ങോട്ട് വാ. നമുക്കിവിടെ വർത്താനം പറഞ്ഞിരിക്കാന്നേ. സാവിത്രി, എന്നെ അത്രയ്ക്ക് ഇഷ്ടാ സാവിത്രിക്ക്? ദാസപ്പൻ ചേട്ടാ, ചേട്ടനൊരു പാവമായി പോയല്ലോ. ചേട്ടനോട് തിരുമേനി ഒന്നും പറഞ്ഞില്ലേ? അത് പിന്നെ പറഞ്ഞു. സാവിത്രി ഒരു യക്ഷിയാണെന്നും അടുത്തു ചെന്നാൽ രക്തമൂറ്റി കുടിക്കുമെന്നും. എന്തിനാ സാവിത്രി ഇങ്ങനെ ചിരിക്കുന്നേ? എനിക്ക് പേടിയുണ്ട് ഇവിടെ ഇരിക്കാൻ. ദാസപ്പൻ ചേട്ടാ, ശരിയാണ് തിരുമേനി പറഞ്ഞത്. ഞാൻ മനുഷ്യ സ്ത്രീയല്ല. ദാസപ്പ, എനിക്ക് പ്രതികാരമാണ് ആൺവർഗത്തോട് മുഴുവൻ. അയ്യോ, എന്നാ നമ്മ പോണ്. ദാസപ്പ, ഇവിടെ ഇരിക്ക്. എന്താന്നറിയില്ല, ദാസപ്പനെ എനിക്ക് കൊല്ലാൻ കഴിയുന്നില്ല. ഇല്ലെങ്കിൽ ഇതിനകം തീർന്നേനെ. എനിക്കിഷ്ടായി ഈ ആണിനെ. എന്നെയോ? ശരിക്കും? ആ, ശരിക്കും. ഒരു യക്ഷിക്ക് മനുഷ്യനോട് തോന്നുന്ന ഇഷ്ടം. ദാസപ്പൻ ഇങ്ങ് അടുത്തോട്ട് വാ. സാവിത്രി, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നേ? വാ ദാസപ്പ. സന്തോഷത്തോടെ ഒരാണിന്റെ ചൂടറിയണം ഇന്നെനിക്ക്. വാ ദാസപ്പ, ഇങ്ങോട്ട് വാ. സാവിത്രി, ഞാനൊന്ന് ചോദിക്കട്ടെ? ഞാൻ വിളിച്ചാൽ സാവിത്രി വരുമോ എൻ്റെ കൂടെ? വരും. ദാസപ്പൻ വിളിച്ചാൽ എവിടേക്ക് വേണേലും ഞാൻ വരും. ഏത് നരകത്തിലേക്കും. എനിക്ക് വേണം ദാസപ്പനെ. വാ ദാസപ്പ, എൻ്റെ മോഹങ്ങളെല്ലാം ഇന്ന് തീർക്കണം എനിക്ക്. സാവിത്രി, എന്തെന്നില്ലാത്ത ഒരു ആനന്ദം. പെണ്ണിന്റെ ശരീരത്തിന് ഇങ്ങനെ സുഖം തരാൻ കഴിയുമോ? ഒരിക്കലും കിട്ടാത്ത ഒരു അനുഭൂതി. ദാസപ്പ, ആള് വിചാരിച്ച പോലെയല്ല. കൊള്ളാം ദാസപ്പ. ഇനി പറഞ്ഞോ, ഞാൻ എങ്ങോട്ടാ ദാസപ്പ വരേണ്ടത്? ഞാൻ വരും.
ഈ സുഖം, ഈ സാമീപ്യം എനിക്ക് വേണം. ദാസപ്പനെ ഞാൻ വിടില്ല. സാവിത്രി, സമയം ഒരുപാടായി. സാവിത്രിക്ക് പോകണ്ടേ? ഇല്ല ദാസപ്പ, ഞാൻ ദാസപ്പന്റെ കൂടെ വരും. എന്നെയും കൊണ്ട് പോ. ഈശ്വരാ, തിരുമേനി അറിഞ്ഞാൽ എന്നെ കൊല്ലും. സാരില്ല, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. സാവിത്രി, എന്നാൽ വരൂ, നമുക്ക് പോകാം. വാര്യരെ, 4-ാം യാമം കഴിയാൻ ഇനി അരനാഴിക മാത്രം. ഇനിയും ദാസപ്പൻ അവളെക്കൊണ്ട് വന്നില്ലെങ്കിൽ കരുതിക്കോ, ദാസപ്പനെ അവൾ വകവരുത്തിയിരിക്കും. തിരുമേനി, പുറത്ത് പെട്ടെന്ന് കാറ്റ് വീശുന്നു. നായ്ക്കൾ ഓരിയിടുന്നു. എന്തോ അപശകുനം പോലെ. ദൂരെ നിന്നും ആരോ നടന്നു വരുന്നു തിരുമേനി. ദാസപ്പൻ, കൂടെ ഒരു പെണ്ണും. വാര്യരെ, അതവൾ തന്നെ. അവൾ ഈ രക്ഷരേഖ മറികടന്നാൽ പിന്നെ അവൾ നമ്മുടെ അധീനതയിലാവും. അതുവരെ സൂക്ഷിക്കണം. വാര്യർ മുഖം കൊടുക്കാതെ മാറി നിന്നോളൂ. സാവിത്രി, ഇതാ, ഇതാണ് എൻ്റെ ഗൃഹം. കടന്നു വന്നോളൂ. വരൂ സാവിത്രി, ഞാനല്ലേ വിളിക്കുന്നേ. വാന്നേ. അതാണ് ഞാൻ കിടക്കുന്ന മുറി. വന്നോളൂ സാവിത്രി. വാര്യരെ, വാതിലടച്ച് രക്ഷ ബന്ധിച്ചോളൂ. ഇനി ഞാൻ നോക്കിക്കോളാം ബാക്കി. തിരുമേനി വരുന്നു. എവിടെ? ദാസപ്പ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. കൊണ്ടുവന്നു അല്ലേ? സാവിത്രി, ഞാനൊന്ന് കാണട്ടെ. വേണ്ട, എനിക്ക് കാണണ്ട. പോവാൻ പറ ദാസപ്പ. തിരുമേനിയോട് പോവാൻ പറ. നിന്റെ കോപം അടങ്ങുന്നില്ല അല്ലേ? സാരില്ല, ഞാൻ അടക്കിക്കോളാം. ദാസപ്പ, അവളെ അങ്ങോട്ട് കൊണ്ടുവാ. ചെറിയൊരു പ്രയോഗമുണ്ട്. തിരുമേനി, സാവിത്രി ഒന്നും ചെയ്യരുത്. ഞാൻ കൊണ്ടുവരാം. തിരുമേനി നടന്നു. വാ സാവിത്രി, ഞാനല്ലേ വിളിക്കുന്നേ. വാ. വരാം. ദാസപ്പൻ വിളിച്ചാൽ ഇങ്ങോട്ടും ഞാൻ വരും. ഓ, വന്നോ? ആ കണത്തിലിരുന്നോളൂ. ദാസപ്പ, നിനക്ക് പോവാം. നിന്റെ ആവശ്യം ഇനിയില്ല. പൊയ്ക്കോളൂ. വലിയ തിരുമേനി, അല്പപ്രാണനായി പോയല്ലോ തിരുമേനി താങ്കൾക്ക്. നോക്കാം നമുക്ക് ആർക്കാ അല്പപ്രാണനെന്ന്. ഇനി നിനക്ക് രക്ഷയില്ല. ഞാനാ ദാസപ്പനെ വിട്ടത് നിന്നെ കൊണ്ടുവരാൻ. ഇപ്പോൾ നീ വന്നു. നീ ചെയ്തു കൂട്ടിയ കൊടും പാപങ്ങൾ, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്നു. ഇനിയുള്ള കാലം കണ്ടോ, ഈ കാഞ്ഞിരത്തിൽ തീർത്ത വിഗ്രഹത്തിൽ നീ ആവാഹിക്കപ്പെടും. 41-ാമത്തെ ആണി അടിച്ചു കഴിഞ്ഞാൽ നീ പൂർണ്ണമായും ഇതിൽ ആവാഹിക്കപ്പെടും. ഞാൻ കാണിച്ചു തരാൻ തിരുമേനി ഇപ്പോൾ. തിരുമേനി, അവളെ കാണുന്നില്ല. അവൾ രക്ഷപ്പെട്ടോ തിരുമേനി? ഏയ് ഇല്ല വാര്യരെ, അവൾ ദേഹിയെ തേടിയുള്ള യാത്രയിലാണ്. അതിനി കിട്ടില്ല എന്നറിയുമ്പോൾ അവൾ വരും. നോക്കാം നമുക്ക്. തിരുമേനി, സമയം? ഏയ് പേടിക്കാനില്ല, സമയം നമുക്ക് ഒരുപാടുണ്ട്. തിരുമേനി, പുറത്ത് കാറ്റ് വീശുന്നു. നായ്ക്കൾ ഓരിയിടുന്നു. അതെ, ദേഹിയെ തേടി അലഞ്ഞുള്ള വരവാണ്. തിരുമേനി, അവളെ നീ മാറ്റിയല്ലേ. നിന്നെ ഞാനിന്ന്... സാവിത്രി, അടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ അടക്കണോ? വാര്യരെ, ആ ചുറ്റിയ കൊണ്ടുവരൂ. പിന്നെ നാഗത്തിൽ തീർത്ത ആണിയും. ആദ്യത്തെ ആണി കാൽപാദത്തിൽ. അയ്യോ തിരുമേനി, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, ഞാൻ പൊയ്ക്കോളാം. എന്നെ വിട്ടേക്ക് തിരുമേനി. എന്തിന്? ഇനിയും ആളെ കൊല്ലാനോ? കൊല്ലണോ നിനക്ക്? വാര്യരെ, ആണി അടിക്കുന്നത് നിർത്തണ്ട. 41. പെട്ടെന്നായിക്കോട്ടെ, സമയമില്ല. എന്താ സാവിത്രി, ഇനിയും മടങ്ങാൻ ഭാവമില്ലേ? ഞാൻ പൊയ്ക്കോളാം തിരുമേനി, ഞാൻ പൊയ്ക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം നിന്നെ. കുറേ നാളായില്ലേ നീ എന്നെ വെള്ളം കുടിപ്പിക്കുന്നു. ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ല. വാര്യരെ, എന്തായി? തിരുമേനി, 35. അപ്പോ 6 ബാക്കിയല്ലേ വാര്യരെ? അതെ തിരുമേനി. എന്നെങ്ങ് തന്നോളൂ. അത് ഞാൻ തന്നെ അടിച്ചു കയറ്റിക്കോളാം. തിരുമേനി, അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അടങ്ങിക്കൊള്ളാം തിരുമേനി, പറയുന്നതനുസരിക്കാം. ചെയ്തുപോയ പാപങ്ങൾ വരും ജന്മത്തിൽ ശാപമായി വരാതിരിക്കാൻ പ്രാർത്ഥിച്ചോളൂ. നീ ഇനിയില്ല. അവസാനത്തെ ആണി അടിക്കാൻ പോകുന്നു. വാര്യരെ, നിലവിളക്കെല്ലാം കെടുത്തിക്കോളൂ. ഹോമം കഴിഞ്ഞു. ഇനി അഗ്നി പാടില്ല. 11 കുടം വെള്ളം കൊണ്ടുവന്ന് ഹോമാഗ്നി ശമിപ്പിക്കുക. എന്നിട്ട് ഈ വിഗ്രഹം ആ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ആ പെട്ടിയിൽ വെച്ച് അടച്ചോളൂ. ഇപ്പോൾ സമയം എത്രയായി? നേരം പുലരാറായോ? ഏയ് ഇല്ല തിരുമേനി, 7:30 വെളുപ്പ്. ഇല്ല, സൂര്യൻ ഉദിക്കും മുന്നേ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. താൻ നേരം വെളുത്തിട്ട് എല്ലാം ഒതുക്കി എടുത്തോണ്ട് വന്നാ മതി. പിന്നെ ആ ദാസപ്പൻ, അയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തു വിട്ടോളൂ. ചിലപ്പോ അതിൻ്റെ ആവശ്യം വരില്ല. എന്താ തിരുമേനി? അതെ, ചോദ്യം വേണ്ട, പറഞ്ഞതനുസരിക്കുക. ഞാൻ ഇറങ്ങാണ്. പോട്ടെ വാര്യരെ. ഈശ്വരാ, തിരുമേനി പോയി. ഇനി ഇതൊക്കെ പെറുക്കി അടുക്കുമ്പോഴേക്കും നേരം വെളുക്കും. ആ ദാസപ്പനെ കൂടി വിളിക്കാം. ഡാ ദാസപ്പാ.
അല്ല, ആരാ ഇത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻ ചേട്ടനല്ലേ? ദാസപ്പാ, ഞാൻ. തെറ്റി തെറ്റി, കൃഷി ഓഫീസർ ദിവാകരൻ സാർ. പുതിയ തെങ്ങിൻ തൈ വന്നിട്ടുണ്ട് അല്ലേ? ഡാ ദാസപ്പാ, നിനക്കെന്താ വട്ടായോ? ഡോ, വട്ട് നിന്റെ തന്തയ്ക്ക്. അയ്യോ, പയ്യനെ കറക്കാൻ നേരം വൈകി. എന്താ ഞാനീ കാണുന്നേ? ദാസപ്പന് വട്ടായിന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ എനിക്ക് വട്ടായതാണോ? ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. ആ, ഇനി ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കങ്ങോട്ട് ചെയ്യണം. അല്ല, എനിക്കിത് കിട്ടണം. എന്നാലും ആ കൊച്ചിന്റെ ദണ്ണം മാറിയല്ലോ. ഇനി മീനാക്ഷിക്ക് ധൈര്യമായി ഒരു ചെക്കനെ പ്രേമിക്കേ കല്യാണം കഴിക്കേ ചെയ്യാം. അവൾ വീണ്ടും തളിർത്ത് പൂക്കാൻ പോവാണ്. പിന്നെയും പിന്നെയും പൂക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.